ആദിമസഭയുടെ ഉപദേശങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്ന വിഷയങ്ങളിൽ 8ാമത് പറയുന്ന കാര്യമാണ് പ്രാർത്ഥനയെക്കുറിച്ച്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്നു. യോഹന്നാൻ അപ്പോസ്തലൻ യോഹന്നാന്റെ ലേഖനം 5:14 നാം വായിച്ചു, അവന്റെ ഇഷ്ടപ്രകാരം നാം പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥന പലപ്പോഴും നമ്മുടെ ഇഷ്ടപ്രകാരമാണ്. നമ്മുടെ ഇഷ്ടപ്രകാരം അല്ല പ്രാർത്ഥിക്കേണ്ടത്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് എന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ അങ്ങനെ പഠിപ്പിച്ചത്? കാരണം അവരുടെ ഗുരു അവരെ പഠിപ്പിച്ചത് അങ്ങനെയാണ്, അല്ലേ? കർത്താവ് അവരെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പ്രാർത്ഥനാ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്താണ്? തങ്ങളുടെ ഇഷ്ടങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ യേശു പഠിപ്പിച്ചത്, തിരുവെഴുത്ത് പറയുന്നു, അവന്റെ ഇഷ്ടപ്രകാരം. നമുക്ക് ആ വാക്യം ഒന്നോടൊന്ന് വായിച്ചു നോക്കാം. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് 5:12 മുതൽ വായിച്ച് ആ പാരഗ്രാഫ് തുടങ്ങുന്നത് 13. ഓക്കെ. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. ഈ വചനം നമ്മൾ വായിച്ചതുകൊണ്ടാണ് പ്രാർത്ഥന ദൈവ ഇഷ്ടപ്രകാരമാകണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ദൈവ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥന എങ്ങനെയാണ് എന്നറിയണമെങ്കിൽ പ്രാർത്ഥന പഠിപ്പിച്ച കർത്താവിന്റെ അടുക്കൽ തന്നെ നാം ചോദിക്കണം, അല്ലേ? ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യം നമ്മളിപ്പോ വായിച്ചപ്പോൾ യേശു കർത്താവ് ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. പറഞ്ഞു പോയൊരു കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുന്നതാ. യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാര് വന്ന് പറയുകയാണ്, യോഹന്നാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യണം? പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ മനസ്സിലാക്കുന്നത് ശിഷ്യന്മാർ അതുവരെ പ്രാർത്ഥിച്ചില്ല എന്നാണോ? ഒരിക്കലുമല്ല. കർത്താവ് അവരെ തിരഞ്ഞെടുത്ത് കർത്താവിന്റെ ശിഷ്യരായി യേശു പിന്നാലെ പോകുന്ന ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ യേശുവിന്റെ പ്രാർത്ഥന കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഞങ്ങളുടെ പ്രാർത്ഥന ശരിയായ പ്രാർത്ഥനയല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതപ്രകാരമല്ല. അതുകൊണ്ട് അവർ യേശുവിനോട് തന്നെ നേരിട്ട് പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുടെ വിഷയമായതുകൊണ്ട് കർത്താവ് നാളേക്ക് മാറ്റിവെച്ചില്ല, അല്പം കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞില്ല. കാരണം പ്രാർത്ഥന എന്ന വിഷയം അത്രത്തോളം ഗൗരവമുള്ളതാണ്. അപ്പോ തന്നെ കർത്താവ് അവരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചു. നാം വായിച്ചത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പ്രിയമുള്ളവരെ, പ്രാർത്ഥന തുടങ്ങേണ്ടത് തന്നെ എങ്ങനെയായിരിക്കണം? പിതാവേ എന്ന് വിളിച്ചുകൊണ്ടായിരിക്കണം. പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ ആർക്കേ കഴിയുകയുള്ളൂ? മക്കൾക്കേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് മക്കളായി തീരണം. പ്രിയമുള്ളവരെ, മക്കളായവർക്ക് മാത്രമാണ് പിതാവേ എന്ന് വിളിക്കാനായിട്ട് കഴിയുന്നത്. മക്കളാകാനുള്ള മാർഗം തിരുവെഴുത്ത് പറയുന്നുണ്ട്. 1 യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. 2 ദിവസം മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോയപ്പോൾ ദൈവജനം കേൾക്കാൻ താല്പര്യമുള്ള 2 വീട് അവിടെ ഒന്നുകൂടെ പോകാനായിട്ടിടയായി. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർക്ക് സമയമില്ലായിരുന്നു. മറ്റൊരു വീട്ടിൽ പറഞ്ഞല്ലോ, ക്യാൻസർ വന്നിട്ട് സുഖം അതിന് ട്രീറ്റ്മെന്റിലൊക്കെ ഇരിക്കുന്ന ഒരു സഹോദരി, ചിന്നു എന്നാണ് പേര്. അപ്പോൾ ആ സഹോദരി പറഞ്ഞിരുന്നു, മകൻ ഞായറാഴ്ച ആണ് ഉണ്ടാകുക, അതുകൊണ്ട് മകൻ ഉള്ളപ്പോ വരണം എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പോ ഞാൻ വിളിക്കാം, മകൻ ഉള്ളപ്പോ വിളിക്കാമെന്നും പറഞ്ഞു. എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ച അവർ വിളിച്ചില്ല, അതുകൊണ്ട് പോകാനായിട്ട് കഴിഞ്ഞില്ല.
എന്നാൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങള് അവിടെ പോകാനായിട്ടിടയായി. അപ്പൊ അവിടെ പോകാൻ ഇടയായപ്പോ കറക്റ്റ് മകൻ അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ദൈവത്തിന്റെ ഒരു പദ്ധതി ഇങ്ങനെ ഓർക്കാൻ, ദൈവം ഒരാളെ രക്ഷിക്കാൻ പദ്ധതി ഇടുമ്പോ ആ ദൈവം ഉപയോഗിക്കുന്ന മാർഗങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കാൻ ഇടയായി. കാര്യം എന്നാണെന്നറിയാമോ, ആ മകൻ അവിടെ ഉണ്ടാകാൻ ഒരു കാരണമുണ്ടായി. അന്ന് വെളുപ്പിന് ആ സഹോദരി എഴുന്നേറ്റ് ബാത്റൂമിൽ പോകുന്ന വഴിക്കൊന്ന് വീണു. അവരുടെ അടുക്കള ഒരു സ്റ്റെപ്പ് താഴെയാണ്, ആ താഴത്താണ് അവർ വീണത്. അപ്പോ കൈക്ക് ലേശം വേദനയുണ്ട്, ബാൻഡേജ് കെട്ടിയിരിക്കുന്നു. അപ്പോ അമ്മയെ ഡോക്ടറെ കാണിക്കാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് മകൻ അന്ന് ലീവ് എടുക്കേണ്ടി വന്നു. അപ്പോ ഞാൻ അവിടെ ഇരുന്നപ്പോ ഈ വചനം ഓർത്തു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എന്ത് ചെയ്യുന്നു, എല്ലാം നന്മയ്ക്കായിട്ട് തീരും. ഞാനത് അവനോട്, ആ മകനോട് പറയും. റിൻഡോ എന്നാണ് അവന്റെ പേര്. 30 വയസ്സായി, വിവാഹം ചെയ്തിട്ടില്ല. അപ്പൻ 3 വർഷം മുമ്പ് മരിച്ചു പോയി. ഇപ്പൊ അമ്മയും മകനുമാണുള്ളത്. മകളുടെ വിവാഹം കഴിഞ്ഞു. അപ്പോ ഞാൻ അവനുമായിട്ട് അല്പസമയം സുവിശേഷം പറഞ്ഞ കൂട്ടത്തിൽ ചോദിച്ചു, മോനെ, നീ ഒരു ദൈവവൈതലായിട്ടുണ്ടോ? നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? സൺഡേ സ്കൂൾ പഠിച്ചതാണോ? കൽദായ സുറിയാനി സഭയിൽ 10 ആണ് അവരംഗമായിരിക്കുന്നത്. 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു യൗവനക്കാരനാണ്. സൺഡേ സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. ഞാൻ ചോദിച്ചു, നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? അവൻ പറഞ്ഞു, എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നീ ഒരു ദൈവവൈതലാണോ? ആകാൻ എങ്ങനെയാണ് ദൈവമകനാകുന്നത്? അവൻ അറിഞ്ഞുകൂടാ. പ്രിയമുള്ളവരെ, ഓർക്കണേ, അങ്ങ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന അനേക പ്രാവശ്യം എന്ത് ചെയ്യുന്നു? ഉരുവിടുന്നു, അല്ലേ? സാമുദായിക സഭകളിലൊക്കെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന എത്രയോ പ്രാവശ്യം ഉരുവിടുന്നു. പക്ഷേ ഇതുവരെ ആരായിട്ടില്ല. ദൈവമകനാകേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. രക്ഷിക്കപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ പ്രിയമുള്ളവർ, യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കണം. ആ പിതാവേ എന്ന് വിളിക്കാൻ നിങ്ങൾ ആരായിത്തീരണം? മക്കളായിത്തീരണം. മക്കളാകുന്നത് എങ്ങനെയാണ്? ജനനത്തിലൂടെയാണ് മക്കളായിട്ട് തീരുന്നത്. പ്രിയമുള്ളവർ, ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്നു. ഇവിടെ ഇരിക്കുന്നത് അധിക പങ്കും മാതാപിതാക്കളാണ്. നമുക്ക് മക്കളുണ്ട്. എങ്ങനെ മക്കളായി? ജനനത്തിലൂടെയാണ്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം യേശു പറഞ്ഞ വാക്ക് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. നിക്കോദീമോസ് എന്ന് പറയുന്ന മതപണ്ഡിതനായ വ്യക്തിയോടാണ് ഇത് പറഞ്ഞത്. തനിക്ക് ന്യായപ്രമാണം എല്ലാം അറിയാം, പക്ഷേ പുതുതായി ജനിക്കേണ്ട കാര്യം അറിഞ്ഞുകൂടാ. അദ്ദേഹം ചോദിച്ചു, വൃദ്ധനായ ശേഷം അമ്മയുടെ ഉദരത്തിൽ കിടന്ന് വീണ്ടും ജനിക്കാൻ പറ്റുമോ? യേശു പറഞ്ഞു, അങ്ങനെ അല്ല നിക്കോദീമോസേ, നീ വെള്ളത്താലും ആത്മാവിനാലുമാണ് വീണ്ടും ജനിക്കേണ്ടത്. വീണ്ടും ജനനം എങ്ങനെയാണെന്ന് യേശു വ്യക്തമായിട്ട് പഠിപ്പിച്ചു. വെള്ളത്താലും ആത്മാവിനാലും. വെള്ളമെന്ന് പറഞ്ഞപ്പോൾ അത് പച്ചവെള്ളമല്ല, ദൈവവചനമാണെന്ന് പിന്നീട് താഴോട്ട് നമുക്ക് പഠിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും ഒരുവന്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ അകത്തുണ്ടാകുന്ന ഒരു അനുഭവമാണ് വീണ്ടും ജനനം എന്നുള്ളത് എന്ന് യേശു പഠിപ്പിക്കാനിടയായി. ആ വീണ്ടും ജനനം യാഥാർത്ഥ്യമാകാൻ യേശുവിനെ കുറിച്ച് ഒരുവൻ കേൾക്കുമ്പോൾ പാപിയാണെന്നുള്ള ബോധ്യമുണ്ടായി. പാപത്തിന്റെ പരിഹാരത്തിനാണ് യേശു ക്രൂശിൽ മരിച്ചതെന്ന സത്യം ഹൃദയപൂർവ്വം വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ്. അതാണ് യോഹന്നാൻ 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. അല്ലേ പ്രിയമുള്ളവരെ, സമുദായങ്ങളിലായിരിക്കുമ്പോ ഈ കൈക്കൊള്ളുന്ന പരിപാടി എപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും ജനനം നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് നടക്കാത്തതെന്നറിയാമോ? അവനെ കൈക്കൊള്ളേണ്ടത് ആരാണ്? പ്രിയമുള്ളവരെ, അവനിൽ യഥാർത്ഥമായി വിശ്വസിക്കുന്നവരാണ്. എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു ക്രൂശിൽ മരിച്ചത് എന്റെ പാപത്തിനു വേണ്ടിയാണ്. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് ഞാൻ ഏൽക്കേണ്ട പാപത്തിന്റെ ശിക്ഷയാണ് യേശു ഏറ്റെടുത്തത്. എനിക്ക് പകരക്കാരനായിട്ടാണ് യേശു മരിച്ചത് എന്ന സത്യമാണ് ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നത്. യേശുവേ, അങ്ങെനിക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു, ഞാനൊരു പാപിയാണ്, ഞാനത് അംഗീകരിക്കുന്നു, എന്നെ രക്ഷിക്കണമേ. പ്രിയമുള്ളവരെ, ആ യേശുവിനെ, ആ മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. അങ്ങനെ ദൈവമക്കളായവരാണ് പ്രാർത്ഥിക്കേണ്ടത്. എങ്ങനെ പ്രാർത്ഥിക്കണം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ വിഷയം കഴിഞ്ഞ കൂട്ടായ്മയിൽ
നമ്മൾ വളരെ ആഴമായിട്ട് ചിന്തിച്ചതാണ്. നിങ്ങൾക്കത് വീണ്ടും കേൾക്കാൻ നമ്മുടെ മണ്ണുത്തി ചർച്ചിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആ മെസ്സേജ് ഇട്ടിട്ടുണ്ടല്ലോ, അത് വീണ്ടും കേൾക്കാൻ വേണ്ടിയാണ് നിങ്ങളത് സമയം കണ്ടെത്തണം. പ്രിയമുള്ളവരെ, രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, നമുക്ക് ആ രണ്ടാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ലൂക്കോസ് 11 രണ്ടാമത്തെ വാക്യം പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന 8 വിഷയങ്ങൾ ആ ഭാഗത്തുണ്ട്. അതിൽ ആദ്യത്തെ 4 കാര്യവും ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. അടുത്ത 4 കാര്യങ്ങളാണ് മനുഷ്യനോടുള്ള ബന്ധത്തിൽ. അപ്പൊ അതിലൂടെ നമുക്ക് തരുന്ന സന്ദേശം എന്താണെന്നറിയാമോ? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുത്താൽ നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹം ലഭിക്കുമെന്ന് തന്നെയാണ്. മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ നിശ്ചയമായിട്ടും അതോടുകൂടെ നമ്മുടെ കാര്യങ്ങളും നടക്കും ഉറപ്പ് നമുക്ക് ആ പ്രാർത്ഥനയിൽ കാണാനായിട്ട് കഴിയുന്നു. രണ്ടാമത് യേശു പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് ഇങ്ങനെയാണ്. എന്താണ്? നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിന്റെ നാമം, പിതാവായ ദൈവത്തിന്റെ നാമം, നിങ്ങൾ ശ്രദ്ധിക്കണേ, വിശുദ്ധീകരിക്കപ്പെടുവാൻ നമ്മോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. നിങ്ങളതൊന്ന് ഓർത്ത് നോക്കിക്കേ. ഈ അഖിലാണ്ടത്തിന്റെ ഉടയവനായിരിക്കുന്ന, സർവശക്തനായിരിക്കുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ ആളത്വങ്ങളിൽ വസിക്കുന്ന ഏക സത്യ ദൈവമായിരിക്കുന്ന ആ കർത്താവിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുവാൻ, വിശുദ്ധമാക്കപ്പെടാൻ, വിശുദ്ധീകരിക്കപ്പെടാൻ നമ്മോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടെന്ന് മുസ്ലിന്റെ ആഴം മനസ്സിലാകുന്നു. പ്രിയമുള്ളവരെ, അപ്പൊ അവിടുത്തെ നാമത്തിന് എന്താണ് കുഴപ്പമുള്ളത്? യേശുവിന്റെ നാമത്തിന് എന്താണ് അശുദ്ധിയുള്ളത്? നാം പ്രാർത്ഥിക്കാതിരുന്നാൽ കർത്താവിന്റെ നാമം അശുദ്ധമായിരിക്കുമെന്നാണോ ചിന്തിക്കേണ്ടത്? ഒരിക്കലുമല്ല. അവിടുത്തെ നാമം പരിശുദ്ധമാണെന്ന് തിരുവിടത്തിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ നാമം പരിശുദ്ധമാണ്. പ്രിയമുള്ളവരെ, അത് അശുദ്ധി ലെവലേശമില്ലാത്ത നാമമാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു? പ്രിയമുള്ളവരെ, ആ പരിശുദ്ധ നാമത്തെ അശുദ്ധമാക്കുന്നത് നാം ഓരോരുത്തരുമാണ്. ദൈവത്തിന്റെ നാമം വിശുദ്ധമാണ്, പരിശുദ്ധമാണ്. ആ പരിശുദ്ധ നാമത്തെ അശുദ്ധമാക്കുന്നത് ആരാണ്? യേശു ക്രിസ്തുവിന്റെ നാമം വിളിക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാണ്. അതുകൊണ്ട് ദൈവജനത്തോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം? ദൈവത്തിന്റെ നാമം വിശുദ്ധമാക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വചനം നമുക്കൊന്നെടുത്ത് വായിക്കാം. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ നാമം എങ്ങനെയാണ് ദുഷിക്കപ്പെടുന്നത്? പരിശുദ്ധമായ നാമം എങ്ങനെയാണ് അശുദ്ധമാക്കപ്പെടുന്നത്? അത് കർത്താവ് അന്ന് ദൈവത്തിന്റെ ജനമെന്നറിയപ്പെട്ടിരുന്ന ഇസ്രായേൽ ജനം അല്ലേ, അവരെ കൂടെ നോക്കിയ 2-ാം അധ്യായം റോമർ 2-ൽ പറയുന്നത് യഹൂദ ജനം പാപത്തിന്റെ കീഴിലാണെന്ന് തെളിയിക്കുന്ന വചനമാണത്, അധ്യായമാണ്. അപ്പോൾ നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം എന്ത് ചെയ്യുന്നു? ദുഷിക്കപ്പെടുന്നു. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? എങ്ങനെയാണെന്നറിയാമോ? അതിന്റെ തൊട്ടു മുകളിലേക്ക് വായിക്കുമ്പോൾ 21-ാമത്തെ വാക്യം, 2:21. അന്യനെ ഉപദേശിക്കുന്നവനെ നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത്? അന്യനെ ഉപദേശിക്കുന്നവനെ നീ നിന്നെ തന്നെ എന്ത് ചെയ്യുന്നു? ഉപദേശിക്കുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുന്നതിന്റെ കാരണം എന്താണ്? നാം മറ്റുള്ളവരോട് പറയുന്നു, സ്നേഹിക്കണം, ക്ഷമിക്കണം, മോഷ്ടിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരോട് പറയുന്നു. മറ്റുള്ളവരോട് പറയുന്ന നാം നമ്മെ തന്നെ എന്ത് ചെയ്യുന്നില്ല? ഉപദേശിക്കുന്നില്ല. സാഹചര്യം വരുമ്പോൾ നാം അതേ പാപം ചെയ്യുന്നു.
പ്രിയമുള്ളവരെ, അത് തെറ്റാണെന്നറിയാം, പാപമാണെന്നറിയാം. അന്യനെ ഉപദേശിക്കുന്ന നാം സാഹചര്യങ്ങൾ വരുമ്പോൾ അത് തന്നെ നാം ചെയ്യുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിന്റെ നാമമാണ് ദുഷിക്കപ്പെടുന്നത്. അല്ലേ? 2-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളോവേ, നിനക്ക് പ്രതിവാദം പറവാനില്ല. കാരണം അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ എന്ത് ചെയ്യുന്നുവെന്നാണ്? കുറ്റം വിധിക്കുന്നുവെന്നാണ്. അന്യനെ വിധിക്കുന്ന. അപ്പോൾ ചിലർ ഓർക്കുന്നുണ്ട്, എന്താണെന്നറിയാം, എന്തായാലും ആരെയും ഉപദേശിക്കാൻ പോകാഞ്ഞത് നന്നായി, അല്ലേ? അങ്ങനെ പറയെങ്കിലും തോന്നിയോ? ആരെയും ഉപദേശിക്കാൻ പോകാഞ്ഞത് നന്നായി, അല്ലേ? ആരെയും ഉപദേശിക്കുന്നില്ല, അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അത് അതിനേക്കാൾ ഗൗരവമാണ്. ഈ കിട്ടിയ വെളിച്ചം നമ്മൾ ഒരാളോട് പറയുന്നില്ലെങ്കിൽ, നമുക്ക് വെളിവായി കിട്ടിയ ഈ സത്യത്തെ മറ്റൊരാളോട് പറയുന്നില്ലെങ്കിൽ, നമ്മെപ്പോലെ പ്രിയമുള്ളവരെ ദുഷ്ട മനുഷ്യർ പിന്നെ ആരാ ഉള്ളത്? കാരണം നാശത്തിലേക്ക് പോകുന്ന നമുക്ക് വെളിച്ചം കർത്താവ് കാണിച്ചു തന്നപ്പോ, ഈ പാതയിലൂടെ പോയാൽ നാശത്തിലേക്കാണെന്ന് അറിഞ്ഞ് നാശത്തിന്റെ വഴി വിട്ടുമാറിയിട്ട്, പ്രിയമുള്ളവരെ, നാശത്തിന്റെ വഴിയിലേക്ക് പോകുന്നവരെ കാണുമ്പോൾ നമുക്ക് അവരെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് നാം വളരെ ഗൗരവത്തോടെ ഓർക്കണം. നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും അവസരം കിട്ടുമോ നമ്മൾ പറയും, അല്ലേ? അന്യനെ ഉപദേശിക്കും. ക്ഷമിച്ചില്ലെങ്കിൽ കർത്താവ് ക്ഷമിക്കില്ല. സ്നേഹിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പോകട്ടെ, ദൈവനാമം ദുഷിക്കപ്പെടുന്ന മാർഗം 1, മറ്റുള്ളവരെ ഉപദേശിക്കുന്നു, പക്ഷേ നാം നമ്മെ തന്നെ ഉപദേശിക്കുന്നില്ല. 23-ാം വാക്യം, റോമർ 2:23 കൂടെ വായിച്ചേയും. ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ന്യായപ്രമാണത്തിൽ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു, അല്ലേ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്തിലൂടെ ദൈവത്തെ എന്ത് ചെയ്യുകയാണ്? അപമാനിക്കുകയാണ്. ദൈവത്തെ അപമാനിക്കുന്നു. അങ്ങനെയാണ് ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുന്നത്. അപ്പൊ പ്രിയമുള്ള, ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് നാം സമുദായങ്ങളെ വിട്ട് പുറത്തു വന്നത്? പ്രിയമുള്ളവരെ, നിന്നിരുന്ന യാക്കോബായ, കത്തോലിക്ക, ഓർത്തഡോക്സ് സഭകൾ വചന വിരുദ്ധമായ മാർഗങ്ങളെ വിട്ട് എന്തിനു വേണ്ടിയാണ് നാം പുറത്തു വന്നത്? ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ദൈവവചനപ്രകാരം ജീവിക്കണം, കർത്താവിന്റെ ഉപദേശപ്രകാരം മുന്നോട്ടു പോകണം. ഇന്ന് മരിച്ചാൽ ആത്മാവ് ദൈവസന്നിധിയിലെത്തണം. നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാം ഇറങ്ങി തിരിച്ചത്. പ്രിയമുള്ളവരെ, പറഞ്ഞല്ലോ, 10 വർഷം സൺഡേ സ്കൂൾ പഠിച്ചിട്ടും രക്ഷ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്ത സമുദായങ്ങളിൽ ജനിച്ചു വളർന്ന് മരിച്ച് മരണശേഷം ചെയ്യുന്ന ശേഷക്രിയ കൊണ്ട് രക്ഷപ്പെടുമെന്ന് ചിന്തിച്ച് അനേകം ആളുകൾ അന്ധകാരത്തിൽ പോകുമ്പോ ആ വഴിയിലൂടെ സഞ്ചരിച്ച നാം ഈ തിരുവിടത്താണ് നമ്മുടെ കണ്ണു തുറന്നത്. അതുകൊണ്ട് ദൈവവചനപ്രകാരമുള്ള ജീവിതത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ് നാം. നമ്മൾ ഓർക്കണേ, തിരുവിടത്ത് പറയുകയാണ്, ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നാം ന്യായപ്രമാണ ലംഘനത്തിലൂടെ ദൈവത്തെ എന്ത് ചെയ്യുന്നു? വളരെ ഗൗരവത്തോടെ അതെപ്പോഴും ഓർക്കണേ. പ്രിയമുള്ളവരെ, ദൈവവചനം തരുന്ന ആ നിർദ്ദേശങ്ങളിൽ നമ്മൾ മനഃപൂർവ്വം അത് ലംഘിക്കുന്നവരായി പോകാൻ, അബദ്ധവശാലൊക്കെ വീഴ്ച വരുന്നുണ്ട്. അതൊക്കെ നാം ദൈവത്തോട് ആത്മാർത്ഥതയോടെ ഏറ്റുപറയുന്നു, കണ്ണുനീരോടെ ഏറ്റുപറയുന്നു. അങ്ങനെ പാപക്ഷമ പ്രാപിക്കുന്നു, അങ്ങനെ പ്രാപിച്ചു മുന്നോട്ടു പോകുന്നു. അങ്ങനെ നാം ഏറ്റുപറയുന്നില്ല, നിരപ്പാകുന്നില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ നാമം അതിലൂടെ ദുഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയാണ്. പ്രിയമുള്ളവരെ, അപ്പോ 2 കാര്യങ്ങൾ അന്ന് പ്രധാനപ്പെട്ട, എന്തുകൊണ്ട് ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ ഉപദേശിക്കുന്ന നാം നമ്മെ തന്നെ ഉപദേശിക്കാതിരിക്കുന്നതിലൂടെ, ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നാം ന്യായപ്രമാണം അനുസരിക്കാത്തതിലൂടെ. അപ്പൊ ഒരു ചോദ്യമുണ്ടാകുന്നു, ഈ ദൈവവചനം മുഴുവനായിട്ട് അനുസരിച്ചത് ആരാണ്? ആരാ ഉള്ളത്? അല്ലേ? അപ്പൊ നോക്കുമ്പോ ആരുമില്ല. അപ്പോ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് രക്ഷയ്ക്കുള്ള മാർഗം എന്താണ്? അവിടെയാണ് ഈ വചനത്തിന്റെ യഥാർത്ഥ ഒരു സത്യം നാം അറിയുന്നത്. ഈ ദൈവവചനം ഓരോ പ്രാവശ്യവും കേൾക്കും തോറും ദൈവവചനത്തിൽ അനുസരിക്കാതെ പോയ കാര്യം അറിയുമ്പോൾ നമ്മുടെ ഹൃദയം തകരുകയാണ്, അല്ലേ? മുമ്പ് ഒരു വചനം വായിച്ചു,
ദൈവാത്മാവ് അത് ബോധ്യപ്പെടുത്തിയത് കൊണ്ട് പറഞ്ഞു. എന്താണ്? 51 സങ്കീർത്തനം 12 വാക്യം, എന്റെ അധരങ്ങളെ എനിക്ക് തുറക്കണമേ, എന്നാൽ എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. അപ്പൊ ഈ വചനം വായിച്ചപ്പോ അധരം തുറക്കാൻ കഴിയാതിരിക്കുന്നവരുടെ ഹൃദയം തകരുകയാണ്. പക്ഷെ തകരുന്നില്ലെങ്കിലോ, അതൊന്നൊരു സാരമില്ലെന്ന് പറഞ്ഞാലോ, അങ്ങനെയാണ് ദൈവത്തെ അപമാനിക്കുന്നത്. ഹൃദയം തകർന്നാൽ, ഹൃദയം നുറുങ്ങിയാൽ, കർത്താവേ തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ, അവിടെയാണ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുന്നത്. പ്രിയമുള്ളവർ, ഈ വചനം മുഴുവനും അതുപോലെ അനുസരിച്ച് രക്ഷ പ്രാപിച്ച ഒരാൾ, അല്ലെങ്കിൽ അനുസരിച്ച ഒരേ ഒരാളെ ഉള്ളത് ആരാണ്? കർത്താവായിരിക്കുന്ന യേശു മാത്രമാണ്, അല്ലേ? ആ ക്രിസ്തുവിലാണ് നമ്മെ ദൈവം കാണുന്നത്. ആ ക്രിസ്തുവിലായതുകൊണ്ടാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. ആ ക്രിസ്തുവിന്റെ പിൻപേ പോകുമ്പോൾ ഒരു യോഗ്യതയുമില്ലാതിരുന്ന നമ്മെ സ്നേഹിച്ച്, നമ്മെ വീണ്ടെടുത്ത്, നമ്മെ രക്ഷിച്ച്, നമ്മെ സ്വർഗസ്ഥലത്ത് ഇരുത്തി. പ്രിയമുള്ളവരെ, ഉപദേശത്തിന്റെ യഥാർത്ഥ ചിത്രം ആ ലേഖനങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ ശനിയാഴ്ച തോറും ആ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചിന്തിക്കുന്നല്ലോ. നിങ്ങളത് കേൾക്കണം. ലേഖനങ്ങൾ വായിക്കുമ്പോ ഈ പാപിയും ദോഷിയുമായിരുന്ന നമ്മെ രക്ഷിച്ച് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് എന്താണെന്നാണ് ഈ പറയുന്നത്, അല്ലേ? എഫേസ്യ ലേഖനത്തിൽ ഒരു വാക്കുണ്ട്, നമ്മെ സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുകയാണ്. അപ്പൊ ശരിക്കും ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട ഓരോരുത്തരെയും കർത്താവ് രക്ഷിച്ച് സ്വർഗസ്ഥലത്ത് ഇരുത്തി. അതാണ് നമ്മുടെ യഥാർത്ഥ ആത്മീയ അവസ്ഥ. പക്ഷെ നമ്മളിപ്പോ എവിടെയാ ഉള്ളത്? ഇപ്പൊ നമ്മൾ എവിടെയാ ഉള്ളത്? പറഞ്ഞേ, ഭൂമിയിലാണ് ഉള്ളത്, അല്ലേ? പക്ഷെ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം എന്താണ്? വിശ്വസിക്കേണ്ട കാര്യം എന്താണ്? നമ്മെ യേശുവിനോട് കൂടെ ഉയർപ്പിച്ച് എവിടെ ഇരുത്തിയിരിക്കുന്നു? ക്രിസ്തുവിനോടുകൂടെ സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുന്നു. അങ്ങനെ കർത്താവ്, അത് ദൈവത്തിന്റെ മനസ്സിൽ കുര്യാച്ചൻ എന്ന വ്യക്തി എവിടെയാണിരിക്കണമെന്ന് അറിയാമോ? സ്വർഗത്തിലാ. പിതാവ് ദൈവത്തിന്റെ കൂടെ ഇരിക്കുന്നേ. ഇപ്പോ ഈ ഭൂമിയിൽ അല്പകാലത്തേക്ക് എന്നെ വെച്ചിരിക്കുക. ഞാൻ ഓരോ ദിവസവും ജീവിക്കുമ്പോ എന്തോ ഓർക്കണം? സ്വർഗസ്ഥലത്ത് ഇരുത്തിയ വ്യക്തിയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം? സ്വർഗസ്ഥലത്ത് ഇരിക്കുന്ന വ്യക്തിക്ക് അനുയോജ്യമായതാകണം. അതിനല്ലാത്ത കാര്യം ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോഴാണ് ഹൃദയം തകരുന്നത്. അവിടെയാണ് നമുക്ക് അനുതാപം വരേണ്ടത്. അവിടെയാണ് ഏറ്റുപറച്ചിലുണ്ടാകേണ്ടത്. അവിടെയാണ് ദൈവത്തോട് പാപക്ഷമയ്ക്ക് വേണ്ടി യാചിക്കേണ്ടത്. സ്വർഗസ്ഥലത്ത് ഇരുത്തിയ ഞാൻ ഇപ്പൊ ജീവിക്കുമ്പോൾ അതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെയാണ് ജീവിക്കുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, ഇനി നമ്മൾ മരിച്ച നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ പോയി ഇരിക്കുന്ന കാര്യമല്ല പറഞ്ഞ്, രക്ഷിച്ചപ്പോൾ തന്നെ നമ്മളെ എവിടെ ഇരുത്തി? നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നവരൊന്ന് കൈവർത്തി. നമുക്ക് അത്ര ഉറപ്പൊന്നുമില്ല, അല്ലേ? നിങ്ങൾ എഫേസ്യ ലേഖനത്തിൽ വായിച്ചു നോക്കിക്കേ. അപ്പോ നമ്മൾ വചനമാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. സ്വർഗത്തിൽ നമ്മെ ഇരുത്തുകയും ചെയ്തു. അപ്പൊ കർത്താവിന്റെ മനസ്സിൽ, കർത്താവിന്റെ പദ്ധതിയിൽ രക്ഷിക്കപ്പെട്ടവരൊക്കെ എവിടെയുണ്ട്? സ്വർഗത്തിലാണ്. പക്ഷെ നമ്മൾ കാണുന്നത് എവിടെയാണ്? നമ്മളിപ്പോ ഭൂമിയിലാണ്. പക്ഷെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം? സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരാണ് നാം എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കണം, അല്ലേ? അപ്പൊ യഥാർത്ഥ ഉപദേശം ഇത് പറയുന്ന സ്വർഗത്തിൽ എന്നെ ഇരുത്തി എന്നുള്ളതാണ് സത്യം. പ്രിയമുള്ളവരെ, യേശുവിനോട് കൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തി എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇരുത്തപ്പെട്ടവരാണ് ഇനി ശാരീരികമായ മരണത്തിലൂടെ ആത്മാവ് വേർപെടുമ്പോൾ സ്വർഗത്തിൽ എത്തുന്നത്. അന്നേരം നമ്മൾ എത്തിക്കുകയല്ല, അതിക്കുമ്പോ ഓൾറെഡി നമ്മെ അവിടെ ആക്കിയേക്കുവാണ്. നിങ്ങളത് വിശ്വസിക്കാൻ പറ്റും? ഇതാ ദൈവവചനം പറയുന്നേ. ഈ ബോധ്യത്തോടെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ജീവിക്കുന്ന നാം ആണ് വചനം. ഇനി അതിന്റെ 10-ാമത്തെ വാക്യം വായിച്ച്, 10-ാം വാക്യം വായിക്കുന്നത്, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്തിട്ട്
എന്ത് ചെയ്തതല്ല, സ്വർഗത്തിൽ ഇരുത്തിയതല്ല. നമ്മെ സ്വർഗത്തിൽ ഇരുത്തി എന്നിട്ട് നാം സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഭൂമിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്നോട് ദൈവം കാണിച്ച കരുണയെ ഓർത്തിട്ട്, എന്നെ രക്ഷിച്ചത് ഓർത്തിട്ട്, എന്നോട് കാണിച്ച മനസ്സലിവ് ഓർത്തിട്ട്, ആ കർത്താവിന്റെ സ്നേഹമാണ് എന്നെ തിന്മയിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. പാപത്തിന്റെ പടുകുഴിയിലേക്ക് പോകാതെ, ലോകത്തിന്റെ പുറകെ പോകാതെ എന്നെ തടയുന്ന കാര്യമെന്താണ്? ഈ കർത്താവിനോടുള്ള സ്നേഹമാണ്. ദൈവമക്കളെ, ഈ സ്നേഹം അകത്ത് വരുന്നില്ലെങ്കിൽ, ഈ വിശ്വാസം വരുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്നത്? ജീവിക്കാൻ കഴിയില്ല, അല്ലേ? പോകട്ടെ, നമുക്ക് തിരിച്ചു വരാം. അപ്പോ നമ്മൾ വായിച്ച നമ്മള് റോമാലേഖനത്തിലെ വാക്യത്തിലേക്ക് ഇന്നോട് വരികയാണ്. നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ എന്ത് ചെയ്യുന്നു? ദുഷിക്കപ്പെടുന്നു. ആ ദുഷിക്കപ്പെടാൻ ഉള്ള രണ്ട് കാരണങ്ങൾ, രണ്ട് കാര്യം ആ ഭാഗത്തുനിന്ന് വായിച്ചു. ഏതൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവനാമം ദുഷിക്കപ്പെടാനുള്ള കാര്യം അന്യനെ ഉപദേശിക്കുന്നു. പിന്നെ നമ്മെ തന്നെ നമ്മോട് പറയാം, നമ്മോട് പറയാം, നമ്മെ തന്നെ എന്ത് ചെയ്യുന്നില്ല, അല്ലെ? നമ്മളിങ്ങനെ പറയാം, ഞാൻ മറ്റുള്ളവരെയൊക്കെ ഉപദേശിക്കുന്നു, പക്ഷെ എന്നെ തന്നെ എന്ത് ചെയ്യുന്നില്ല, ഉപദേശിക്കാതിരിക്കുമ്പോ അതിലൂടെ ദൈവനാമം എന്ത് ചെയ്യുകയാണ്? ദുഷിക്കപ്പെടുകയാണ്. പ്രാർത്ഥിക്കുമ്പോ എങ്ങനെ പ്രാർത്ഥിക്കണം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ദൈവനാമം വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ആര് വിശുദ്ധീകരിക്കപ്പെടണം? അല്ലേ? നമുക്കൊരു തീരുമാനം ഉണ്ടാകണം. ഞാൻ മുഖാന്തരം ദൈവനാമം ദുഷിക്കപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. നാം അത് പ്രാർത്ഥിക്കുമ്പോൾ ദിനംതോറും പ്രാർത്ഥിക്കണം, ദിനംതോറും പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ മുഖാന്തരം അങ്ങയുടെ നാമം ദുഷിക്കപ്പെടാൻ ഇടയാകരുത്, അല്ലേ? പലപ്പോഴും നമ്മുടെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഇതിനൊക്കെ എവിടെയാ സമയം കിട്ടുക? കാരണം നമ്മുടെ തീരണ്ടേ, ഇല്ലേ? നമുക്കിതൊക്കെ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുമോ? നിങ്ങൾ ഓർത്തു നോക്കിക്കേ, ഈ കർത്തൃ പ്രാർത്ഥനയിലെ ഈ കാര്യം ആത്മാർത്ഥമായിട്ട് എപ്പോഴെങ്കിലൊക്കെ പ്രാർത്ഥിച്ച ആരെങ്കിലും ഉണ്ടോ? ഏത് കാര്യമാണ്? കർത്താവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, ഞാൻ മുഖാന്തരം അങ്ങയുടെ നാമം ദുഷിക്കപ്പെടാൻ ഇടയാകല്ലേ, അങ്ങയുടെ നാമം എന്റെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നല്ലോ, കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവിക്കാൻ ആ നിലയിൽ നാമം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ അത് തുടങ്ങണം. ഇന്നു മുതൽ ആ പ്രാർത്ഥന ആരംഭിക്കണം. യേശു പറഞ്ഞു, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അപ്പോ നമ്മൾ ആ രണ്ടിന്റെ ഇപ്പൊ വായിച്ച വാക്യം ഒന്നുകൂടെ വായിക്കുകയാണ്. ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്തിലൂടെ എന്ത് ചെയ്യുന്നു? ദൈവത്തെ അപമാനിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ അപമാനിച്ചിട്ട്, ശ്രദ്ധിക്കണേ, ദൈവത്തെ അപമാനിച്ചിട്ട് നമുക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടോ? എന്നോർത്ത് നോക്കിക്കേ. ദൈവത്തെ അപമാനിച്ചിട്ട് ദൈവത്തിൽ നമുക്ക് എന്താ പ്രതീക്ഷിക്കാനുള്ളത്? എന്നാൽ തിരിച്ചൊരു വാക്കുണ്ട്, ദൈവത്തെ നമ്മൾ മാനിച്ചാൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം കർത്താവ് പറഞ്ഞു, ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം എന്ത് ചെയ്യും? മാനിക്കും, അല്ലേ? ആ വാക്യം ഒന്ന് വായിക്കാമോ? 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങൾ എടുത്തൊന്ന് വായിച്ചു നോക്കിക്കേ. 1 ശമൂവേലിന്റെ പുസ്തകം 2-ന്റെ-29-30 വാക്യങ്ങൾ. രണ്ടിന്റെ 29-30 തിരുനിവാസത്തിൽ അർപ്പിക്കുവാൻ ഞാൻ തിരുനിവാസത്തിൽ അർപ്പിക്കുവാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ള എന്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എന്റെ ജനമായ ഇസ്രയേലിന്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ കൊഴുപ്പിക്കുവാൻ തക്കവണ്ണം നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നതെന്ത്? നീ നിന്റെ പുത്രന്മാരെ ഏലി പുരോഹിതനോട് ദൈവം ശമൂവേൽ പ്രവാചകനിലൂടെ ചോദിക്കുന്ന കാര്യമാണ്. നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ മാനിക്കുന്നത് എന്താണ്? ബഹുമാനിക്കുന്നത് എന്താണ്? അടുത്ത വാക്യം,
ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. നിശ്ചയം. കൽപ്പിച്ചിരുന്നു നിശ്ചയം. ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ആകുകയില്ല. ദൈവം വാക്ക് മാറുവോ? ഇല്ല. പക്ഷെ ഇവിടെ ദൈവം വാക്കുമാറി നമുക്ക് തോന്നുന്ന കേട്ടോ. കാര്യം എന്താണെന്നറിയാമോ? ദൈവം ഏലിയുടെ കുടുംബത്തോട് പറഞ്ഞു, നിന്റെ കുടുംബം നിന്റെ തലമുറ എന്നെ നിത്യം പരിചരിക്കും. എപ്പോഴാ പരിചരിക്കുന്നേ? നിങ്ങൾ എനിക്ക് പ്രസാദമുള്ളത് ചെയ്ത് എന്റെ വഴി നടക്കുമ്പോഴാ. പക്ഷെ നീ എന്ത് ചെയ്തു? എന്നേക്കാൾ അധികം നിന്റെ മക്കളെ ഇപ്പൊ നീ ബഹുമാനിക്കുന്നു. അവർ തെറ്റായ വഴിയിൽ നടന്നിട്ട് നീ അവരെ ശാസിച്ചമർത്തുന്നില്ല, അവർക്ക് ഭാവബോധം വരുത്തുന്നില്ല, നീ ശാസിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം അരുളി ചെയ്യുകയാണ്, ഇനി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സംഭവിക്കുകയില്ല. ആ വാക്ക് വായിച്ചേ. ഇനി അപ്രകാരം അല്ല സംഭവിക്കുന്നു. പിന്നെന്താ അടുത്ത വാക്യം? എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ഏലിയോട് പറയുകയാണ്, ഞാൻ മാനിക്കും. അത് ആരെയാണെന്നറിയാമോ? എന്നെ മാനിക്കുന്നവനെയാണ്. നീ എന്നെ മാനിക്കാതെ എന്നേക്കാൾ അധികം ആരെ മാനിക്കുന്നു? മക്കളെ മാനിക്കുന്നു. പ്രിയമുള്ളവരെ, മറ്റു പലതിനെ മാനിക്കുന്നു. ദൈവത്തെക്കാൾ അധികം പ്രാധാന്യം ജോലിക്കാണ്, മക്കൾക്കാണ്, മറ്റു പലതിനുമാണ്. പ്രിയമുള്ളവരെ, അത് കാരണം ദൈവത്തോട് അടുക്കാൻ ഇപ്പൊ തടയുന്നത് എന്താണ്? നമ്മളെ മറ്റു പലതുമാണ് തടയുന്നത്. ദൈവത്തെക്കാൾ പ്രാധാന്യം മറ്റു പലതിനുമാണ്. ദൈവം പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. പിന്നെ എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. എന്നെ നിന്ദിക്കുന്ന ശരിക്കാ വാക്ക് പറയുമ്പോ എന്നെ നിന്ദിക്കുന്നവനെ ഞാൻ നിന്ദിക്കുമെന്നല്ലേ പറയണ്ടേ? ആ വാക്കിന്റെ ഘടന അങ്ങനെയല്ലേ വരണ്ടേ? എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവനെ ഞാൻ നിന്ദിക്കുമെന്നല്ലേ പറയണ്ടേ? പക്ഷെ കർത്താവ് പറഞ്ഞതെങ്ങനെയാണെന്നറിയാമോ? അവര് സ്വയം നിന്ദിതരാകുമെന്ന്. എന്നെ മാനിക്കാതെ സ്വന്തം വഴിയിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ സ്വയം നിന്ദിതരാകും. ചിലതൊക്കെ ചിലപ്പോൾ വിളിച്ചു പറയാറ്, എന്താ ഭാഷ എനിക്കിങ്ങനെ. ഞാൻ പറയുന്നത്, ആ ചോദ്യം പാസ്റ്ററോടല്ല ചോദിക്കേണ്ട. ആരോട് ചോദിക്കണം? ദൈവത്തോട് ചോദിക്കണം. എനിക്കെന്താ ഇങ്ങനെ? പ്രിയമുള്ളവരെ, കാരണം ദൈവത്തെ മാനിച്ച ദൈവം എന്ത് ചെയ്യും? ദൈവം മാനിക്കും. അപ്പൊ ദൈവത്തെ മാനിക്കേണ്ട വിധം എന്താ? അത് നമ്മളപ്പോ ശ്രദ്ധിക്കുക. ദൈവത്തെ മാനിക്കണം. ദൈവത്തെ മാനിച്ച ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരുന്ന പ്രതിസന്ധി ഒന്നും ഓർത്ത് ഭാരപ്പെടണ്ട. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. ദൈവത്തെ നിന്ദിക്കുന്നവരെന്തായി തീരും? നിന്ദിതരായി തീരും എന്ന ദൈവജനം പറയുമ്പോ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണേ. ദൈവത്തെ മാനിക്കേണ്ട വിധങ്ങൾ മാലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ മലാഖി പ്രവചനം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ദൈവത്തെ എങ്ങനെയാണ് മാനിക്കുന്നത്? ദൈവത്തെ എങ്ങനെ മാനിക്കണം? ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഇത് ആരാ പറയുന്നേ? ഇത് പറയുന്നത് ആരാ? ദൈവം. ഞാൻ നിങ്ങളുടെ അപ്പനാണെങ്കിൽ ദൈവം ചോദിക്കുകയാണ്, എന്നോടുള്ള ബഹുമാനം. അപ്പൊ ദൈവം എന്ത് നോക്കുന്നു? ദൈവത്തെ മാനിക്കുന്നത് ആരാണ്, ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്നത് ആരാണ് എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം പറയുന്നു, ഞാൻ നിങ്ങളുടെ 6-ാം വാക്യം തുടങ്ങിയത് മകൻ ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. അപ്പൊ നാം മക്കളാണെങ്കിൽ ദൈവം നമ്മുടെ അപ്പൻ. എന്റെ നാമത്തോട് ആദരവ് പുലർത്താത്ത പുരോഹിതന്മാരെ ഇപ്പോ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ചോദിക്കുമ്പോൾ അവിടെ പുരോഹിതന്മാരാരാണ്? തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുരോഹിതന്മാരാരാണ്? എല്ലാ വിശ്വാസികളും ആരാണ്? പുരോഹിതന്മാർ. രാജകീയ പുരോഹിത വർഗമാണ്. അപ്പൊ രാജകീയ പുരോഹിത വർഗമായ നമ്മോട് ചോദിക്കുന്നു, എന്താണ് ചോദിക്കുന്നത്? എന്റെ നാമത്തോട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ആദരവ് പുലർത്തുന്നില്ല. പുലർത്താത്ത പുരോഹിതന്മാരെ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു, എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയുടെ നാമം മലിനമാക്കിയത്? ദൈവം പറയുകയാണ്, നിങ്ങൾ എന്റെ യാഗപീഠത്തിൽ മലിനഭോജനമർപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു, ഏതിനാൽ ഞങ്ങൾ അങ്ങയെ മലിനമാക്കി? വാക്ക് ശ്രദ്ധിക്കണേ. ഏതിനാൽ ഞങ്ങൾ അങ്ങയെ
നമ്മൾ ചിന്തിച്ചു വരുന്ന വാക്യം എന്താണ്? പ്രാർത്ഥന എന്താണ്? അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. ആ പരിശുദ്ധ നാമത്തെ എങ്ങനെയാണ് മലിനമാക്കുന്നത്? ആ നാമത്തിന് എന്തെങ്കിലും അശുദ്ധിയുണ്ടോ? പക്ഷെ ആ നാമത്തെ മലിനമാക്കാൻ ആർക്ക് പറ്റും? നമുക്ക് പറ്റും. ലോകത്തിലെ മനുഷ്യർക്ക് പറ്റില്ല. അവന്റെ നാമം വിളിക്കപ്പെട്ട എനിക്കും നിങ്ങൾക്കും പറ്റും, അല്ലേ? അതാ തിരുവെടുത്ത് പറയുന്നത്. ദൈവം പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തെ മലിനമാക്കി, അശുദ്ധമാക്കി. എന്നിട്ട് താഴോട്ട് പറയുകയാണ്, അങ്ങയെ എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു, ഏതിനാൽ ഞങ്ങൾ അങ്ങയെ മലിനമാക്കി? യഹോവയുടെ യാതൊരു അർഹിക്കാത്തത് എന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ നിങ്ങൾ കണ്ണുപൊട്ടിയ മൃഗങ്ങളെ യാഗത്തിന് കൊണ്ടുവരുമ്പോൾ അത് മുടന്തും ദീനവുമുള്ളതിനെ കാഴ്ചവെച്ചാൽ അത് നിന്ദ്യമല്ലേ? ഇവ നീ ദേശാധിപതിക്ക് കാഴ്ചവെച്ചാൽ അവൻ നിന്നോട് പ്രസാദിക്കുമോ? എന്നാൽ സൈന്യങ്ങളുടെ യഹോവ ചോദിക്കുന്നു. ആകയാൽ ദൈവം നമ്മോട് കരുണ കാണിക്കാൻ തക്കവണ്ണം അവിടുത്തെ പ്രസാദിപ്പിച്ചുകൊള്ളുവീൻ. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് കർത്താവിനെ അവർ അശുദ്ധമാക്കിയത്? മലിനയാഗം അർപ്പിച്ചുകൊണ്ടാണ്. എന്താണ് മലിനമായ യാഗം? യാഗം അർപ്പിക്കുമ്പോൾ ദൈവം ഒരു വ്യവസ്ഥ വെച്ചിരുന്നു. എന്താണ്? ഊനമില്ലാത്തതിന് എന്ത് ചെയ്യണം? യാഗം കഴിക്കണം. അപ്പോൾ ഒരു യാഗമൃഗത്തെ കൊണ്ടു ചെല്ലുമ്പോ എങ്ങനെയായിരിക്കണം? ഊനമില്ലാത്തതിനെ യാഗം കഴിക്കണം. അതാ വ്യവസ്ഥ. പക്ഷെ അവരിപ്പോ എന്ത് ചെയ്യുകയാണ്? ഇപ്പൊ അതൊന്നും നോക്കില്ല. നല്ലതിനെയൊക്കെ അവരെടുത്തിട്ട് എന്ത് ചെയ്യുന്നു? കണ്ണുപൊട്ടിയതിനെയും മുടന്തുള്ളതിനെയും ആർക്കും വേണ്ടാത്തതിനെയൊക്കെ ആരുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക? ദൈവത്തിന് കൊണ്ടുവരിക. അപ്പൊ പ്രിയമുള്ളവരെ, ദൈവത്തിന് കഴിക്കുന്ന യാഗം, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്നത്, പ്രിയമുള്ളവരെ, പ്രാധാന്യം മറ്റു പലതിനും കൊടുത്തിട്ട്, പ്രിയമുള്ളവരെ, ദൈവത്തെ തുച്ഛീകരിക്കുന്ന, ദൈവിക കാര്യങ്ങളെ ചെറുതായി കാണുന്ന തരത്തിലേക്ക് ആ ജനം അധപ്പതിച്ചുപോയി. അതുതന്നെ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നു. പ്രിയമുള്ളവരെ, മറ്റ് ഒരു കാര്യവും ഇല്ലെങ്കിൽ സഭായോഗം, അല്ലേ? മറ്റൊരു കാര്യവും ഇല്ലെങ്കിൽ എന്താണ്? ആത്മീയ കൂട്ടായ്മ. ദൈവിക കാര്യങ്ങൾക്കാണോ നമ്മുടെ ജീവിതത്തിൽ മുൻഗണന എപ്പോഴും നമ്മൾ നൽകുന്നത്? അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, തിരുവെടുത്ത് പറയുന്നു, ദൈവം പറയുന്നത്, നാം കർത്താവിന്റെ നാമത്തെ മലിനമാക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം ദൈവമക്കളെ. ഈ കാലം അന്ത്യത്തിലേക്കൊക്കെ എത്തിയെന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷെ ദൈവിക കാര്യത്തിന് നമുക്ക് എത്ര ഉത്സാഹം എല്ലാവരിലും വരുന്നു. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഉള്ളിൽ അങ്ങനെ കത്തുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ടോ? ദൈവിക കാര്യത്തിന് ഉത്സാഹം വർദ്ധിക്കുന്നുണ്ടോ? ഒരു സഭായോഗമൊക്കെ നമുക്ക് മുടങ്ങുമ്പോ ഈ വചനം കേൾക്കാൻ നമുക്ക് പിന്നെ എപ്പോഴും അവസരം കിട്ടുന്നേ? അല്ലെങ്കിൽ ഒരു കോട്ടേജ് മീറ്റിംഗ്, ഒരു ഓൺലൈൻ പ്രാർത്ഥന, പ്രിയമുള്ളവരെ, അതൊക്കെ മുടങ്ങുമ്പോ നമുക്ക് ലാഘവത്തോടെ നമ്മൾ അതിനെയൊക്കെ കണ്ടുപോകാറുണ്ട്. ഞാൻ അതിശയപ്പെട്ട ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളത് ചിന്തിക്കുന്ന ഗൗരവത്തോടെ ഓർക്കുന്നത് നല്ലതാണ്. ഈ നമ്മുടെ സക്കറിയ പാസ് നമ്മുടെ എല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കുന്നുണ്ടല്ലോ. ഈ കഴിഞ്ഞ ഒരു മീറ്റിംഗിൽ ഒരു ദിവസം ഒരു മെസ്സേജ് എനിക്ക് വന്നു, പാസ്റ്ററെ, ഞാൻ ഈ ശനിയാഴ്ച മീറ്റിങ്ങിന് ഉണ്ടാവില്ല കേട്ടോ എന്ന്. ഈ ശനിയാഴ്ച മീറ്റിങ്ങിന് നിങ്ങൾക്ക് എന്താ തോന്നി? ഞാനിത് പറഞ്ഞപ്പോ എന്തെങ്കിലും തോന്നിയോ? എന്താ തോന്നി? ആ മനുഷ്യന് എന്നോട് ഇത് പറയേണ്ട കാര്യം എന്താ ഉള്ളേ? അതാ ഈ കൂട്ടായ്മയുടെ ബന്ധം. കാരണം അദ്ദേഹത്തിനറിയാം, പങ്കെടുക്കേണ്ട ഞാൻ ഇല്ലാതാകുമ്പോ ദൈവദാസനോ ദൈവമക്കളൊക്കെ എന്ത് ചെയ്യും? അന്വേഷിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നേരത്തെ പറഞ്ഞു. അന്ന് തന്നെ പത്രോസാറിന്റെ ഒരു മെസ്സേജ് വന്നു. എന്താണ്? പാസ്റ്റർ, ഞാൻ ഈ തിങ്കളാഴ്ച മീറ്റിംഗിന് ഉണ്ടാവില്ല, ഞങ്ങളുടെ കോട്ടയം മീറ്റിംഗ് അന്നാണ്. ഞാൻ ശരിക്കും ഒന്ന് കൊതിയോടെ ഓർത്തു, ദൈവമക്കളെ, നമ്മുടെ ദൈവമക്കളൊക്കെ ഇങ്ങനെയൊന്ന് വളർന്നിരുന്നെങ്കിൽ, ഇല്ലേ? സഭായോഗത്തിന് ഇന്ന് വരാൻ പറ്റില്ല, ശരി, എന്തെങ്കിലും കാരണം വന്നു. പാസ്റ്ററെ, ഞാൻ ഇന്ന് വരില്ല കേട്ടോ, ഞാൻ ഇന്ന് ശനിയാഴ്ചത്തെ മീറ്റിങ്ങിന് കയറില്ല കേട്ടോ, ഒരു മെസ്സേജ് ഇട്ടാൽ, അല്ലേ? കാരണം അങ്ങനെയൊക്കെ ഇടണമെങ്കിൽ എന്ത് വേണം? ഈ ഉള്ളി കത്തുന്ന ഒരു ദൈവസ്നേഹം വേണം, പ്രിയമുള്ളവര്. അല്ലെന്നേ, കാര്യം അതായിരിക്കും. കാര്യമൊക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞത് ജോയിൻ സവർണത് അങ്ങനെ ചിന്തിച്ചു. ഞാൻ പറഞ്ഞത് ഇന്നലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ജിസ്നയുടെ ഒരു കത്ത് മെസ്സേജ് കേട്ടു. ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിലൊരു തണുപ്പാണ്, അല്ലേ? ഇതൊരു കൂട്ടായ്മയുടെ ബന്ധം. ഞാൻ പറയും, എന്തെങ്കിലും കാരണവശാൽ പറ്റാതെ വന്നേക്കാമെന്നേ. എന്തെങ്കിലും കാരണവശാൽ ഒരു സഭായോഗം ചിലപ്പോൾ എന്ത് ചെയ്യാം, മനുഷ്യനല്ലേ, മുടങ്ങിപ്പോയേക്കാം, അല്ലേ? അപ്പൊ പറയുന്നത്, പാസ്റ്ററെ, ഞാൻ ഈ ഞായറാഴ്ച വരുന്നില്ല കേട്ടോ,
അതൊക്കെ ആ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. ആ ദൈവികമായ കാരണം ഞാൻ ആത്മാർത്ഥമായി സഭയിൽ പങ്കെടുക്കുന്നു, സഭയുടെ ഭാഗമാണ്. ഞാൻ ഇന്ന് ചെന്നില്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ സഹോദരങ്ങൾക്ക് അതൊരു പ്രയാസമാണ്. കൂട്ടായ്മ എന്റെയും കൂടെ ഭാഗമാണ് എന്ന് പറയുമ്പോ ഞാൻ സമയത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ആവർത്തിച്ച് പറയാറുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ ചിലര് തീരുമാനം എടുത്തിട്ടുണ്ട് സമയത്ത് വരില്ല എന്ന്. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നില്ല. നിങ്ങൾ വൈകി വന്നാൽ മതി, കഴിയുമെങ്കിൽ 10 മിനിറ്റോടെ വൈകി വന്നാൽ മതി, അതൊക്കെ ദൈവത്തോട്. പക്ഷെ ഞാൻ അതിന്റെ ഉള്ളിലൊരു യാഥാർത്ഥ്യം പറയാം. മക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ദൈവത്തെ മാനിച്ച ദൈവം മാനിക്കും. ഇത് എന്റെ ആശയമല്ലാട്ടോ, ഇതെന്റെ അഭിപ്രായമല്ല, ഇത് എഴുതപ്പെട്ട തിരുവചനമാണ്. ദൈവത്തെ മാനിക്കുന്ന കുടുംബത്തെ ദൈവം മാനിക്കുമെന്ന്, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മക്കളെ ദൈവം കരുതുമെന്ന്. ദൈവത്തെ അപമാനിക്കുന്നവർ എന്തായിത്തീരും? അവർ അപമാനിതരായിത്തീരുമെന്ന്. നിങ്ങൾ അത്രയും വിഷയം ഗൗരവത്തോടെ ഓർക്കുക. ഇനി മുടന്തുള്ളതും കണ്ണുപൊട്ടിയെന്നൊക്കെ പറയുമ്പോൾ നമ്മളെന്താ ചിന്തിക്കുന്നേ? ഒരു വാക്യം ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 11-ാം അധ്യായം. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 11:17. ഇനി ആജ്ഞാപിക്കുവാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര ഇടയാകുന്നത്. ഇതാരാ പറഞ്ഞതാ? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിൽ. നിങ്ങൾ കൂടി വരുന്നത് കൊണ്ട് നന്മയ്ക്കല്ല തിന്മയ്ക്കാണ് ഭവിക്കുന്നത്. കാരണം എന്താണ്? താഴ്ത്ത വായിക്കും. കാരണം എന്താണ്? ഒന്നാമത്, നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടെന്ന് കേൾക്കുന്നു. അപ്പൊ അവര് കണ്ണുപൊട്ടിയതിനെ അർപ്പിക്കുന്നത് പോലെയാണ് നമ്മുടെ ഇടയിൽ ഭിന്നത വന്നിട്ട് പരിഹരിക്കാതെ നമ്മൾ സഭായോഗത്തിൽ വരുന്നത്. ശ്രദ്ധിച്ചോ? പഴയ നിയമ ഇസ്രായേൽ മുടന്തുള്ളതിനെ കണ്ണുപൊട്ടിയതിനെ ഒക്കെ യാഗം അർപ്പിക്കുന്നത് പോലെയാണ് ഇപ്പോ നമ്മൾ എന്തെങ്കിലും ഭിന്നത സഹോദരങ്ങളോടോ കുടുംബത്തിലോ ഭാര്യ ഭർത്താവോ ആരെങ്കിലുമൊക്കെ ആയിട്ടൊരു ഭിന്നത ഉണ്ടായിട്ട് അത് പരിഹരിക്കാതെ സഭായോഗത്തിലേക്ക് വരുമ്പോ ദൈവമക്കളെ ഓർക്കണം, നാം ദൈവത്തെ എന്ത് ചെയ്യുകയാണ്? മാനിക്കുകയല്ല, അപമാനിക്കുകയാണ്. എത്ര പേരിത് ഗൗരവത്തോടെ കാണുന്നുണ്ട് അല്ലേ? ഒരുപാട് ഈ കാര്യം പിശാചിനും അറിയാം. ഇങ്ങനെ ചെയ്താൽ ദൈവത്തെ അവർ അപമാനിക്കുമെന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഭിന്നത കൊണ്ടുവരും, എന്തെങ്കിലുമൊക്കെ ഉടക്ക് അല്ലേ കുടുംബത്തിലോ വ്യക്തിജീവിതത്തിലോ ഒക്കെ കൊണ്ടുവരും. കാരണം നല്ല മനസ്സോടെ വരാതിരിക്കാൻ പരമാവധി പിശാച് നോക്കിക്കോളും. കാരണം നല്ല മനസ്സോടെ വന്നാൽ ദൈവം എന്ത് ചെയ്യും? ദൈവം മാനിക്കും. നല്ല മനസ്സോടെ വന്ന് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചാൽ ദൈവം മാനിക്കും. അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ പിശാച് പരമാവധി നോക്കിക്കോളും. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, അവന്റെ തന്ത്രങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്? എതിർത്തു നിൽക്കണം. ദൈവത്തെ മാനിക്കാതിരിക്കാൻ, ദൈവത്തിന് അപമാനം വരുത്താൻ വേണ്ടി പറ്റുന്നതൊക്കെ പിശാച് നോക്കുമ്പോ അകത്തൊരു തീരുമാനം ഉണ്ടാകണം, ഞാൻ ദൈവത്തെ മാനിക്കും, ഞാൻ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കും. കാര്യമെന്താണ്? ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. അപ്പോ ദൈവം നമ്മുടെ അപ്പനായതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണം? ദൈവത്തെ എന്ത് ചെയ്യണം? ദൈവത്തെ നമ്മൾ ബഹുമാനിക്കണം അല്ലേ? പിതാവെന്ന നിലയിൽ ദൈവത്തെ ബഹുമാനിക്കണം. ദൈവത്തെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന് പ്രസാദമുള്ള യാഗം അർപ്പിക്കുന്നതിലൂടെയാണ്. കണ്ണുപൊട്ടിയതിനൊന്നും അർപ്പിക്കാതെ പ്രിയമുള്ളവരെ സഭായോഗത്തിന് വരുമ്പോൾ നമ്മളെ തന്നെ ശോധന ചെയ്ത് എല്ലാവരോടും ഒരു നല്ല മനസാക്ഷി സൂക്ഷിച്ച് അല്ലേ, എവിടെയെങ്കിലും വീഴ്ചകൾ വന്നെങ്കിൽ അതൊക്കെ ഏറ്റുപറഞ്ഞ് പ്രിയമുള്ളവരെ ഉത്സാഹത്തോടെ മറ്റുള്ള കാര്യങ്ങളെ ഉപരി പ്രിയമുള്ളവരെ സഭായോഗത്തിനൊക്കെ വരുമ്പോ 9 മണിക്കാണല്ലോ കർത്താവിന്റെ അടുക്കിലേക്കാണല്ലോ വരുന്നത്. 2-3 പേര് കൂടുമ്പോ കർത്താവ് അവരുടെ മധ്യേ വന്നു കഴിഞ്ഞു കേട്ടോ. പ്രൊഡ്യൂസറാ അത് ഓർക്കണം. എനിക്കറിയാം അപ്പനെ കൊണ്ടുവിടുന്നുണ്ടെന്നൊക്കെ അറിയാം, എന്നാലും പറയാ, ഇങ്ങനൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. 2-3 പേര് കൂടുമ്പോ ആര് വന്നു? കർത്താവ് വന്നു അല്ലേ? അപ്പൊ 9 മണിക്ക് സഭായോഗം തുടങ്ങിയപ്പോ ആര് വന്നു? പക്ഷെ ആരും വന്നില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? അപ്പൊ ഞാൻ ഓർക്കുന്ന ഇടയ്ക്ക് കർത്താവ് വാതിക്കേട്ട് നോക്കുന്നുണ്ട്. എന്താ എന്റെ മക്കൾ വരാത്തെ? എന്റെ മക്കൾ എന്താ എന്നെ എന്തുകൊണ്ടാണ് അവർ അവഗണിക്കുന്നേ? എന്തുകൊണ്ടാണ് എന്റെ കാര്യത്തിന് അവരൊരു പ്രാധാന്യം കൊടുക്കാത്തെ?
അവരുടെ കാര്യത്തിനൊക്കെ ആ സമയത്ത് ഓടിയെത്തണ്ടല്ലോ. മനസ്സിലാകുന്നുണ്ടോ മോളെ? മനസ്സിലാകുന്നുണ്ടോ? അവരുടെ കാര്യത്തിനൊക്കെ അവർ ഓടിയെത്തണ്ടല്ലോ. എന്റെ കാര്യത്തിന് മാത്രം അവരെന്താ ഇങ്ങനെ അവഗണിക്കുന്നേ, ഉദാസീനത കാണിക്കുന്നേ? കർത്താവ് ചിന്തിക്കുന്നില്ലെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ വചനം എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ? ഈ വചനം കുറിച്ച് വെക്കേണ്ട കാര്യമുണ്ടോ? എന്റെ അഭിപ്രായമാണോ ഞാൻ പറയുന്നേ? കർത്താവിന്റെ വചനം പറയുകയാണ്, പ്രിയമുള്ളവരെ, ദൈവത്തെ നമ്മൾ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം? ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം എന്ത് ചെയ്യുകയാണ്? മാനിക്കുന്നു. അപ്പൊ സഭായോഗത്തിലേക്ക് വരുന്നു. എങ്ങനെ വരണം? ഒരുക്കത്തോടെ വരണം. തലേ ദിവസമൊക്കെ ഇരുന്ന് ഒന്നോടെ പ്രാർത്ഥിക്കണം. നാളെ ദൈവമക്കളോട് കൂടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോ ഇവിടെ വന്ന് മൗനമായിരിക്കാനല്ല, പാടി ദൈവത്തെ സ്തുതിക്കുക. ആരാധനയുടെ സമയം ഈ കഴിഞ്ഞ ദിവസം ദൈവദാസനിലൂടെ നാം വലിയൊരു ആലോചന കേട്ടതാ. സഭയുടെ വളർച്ചയ്ക്ക് ആരാധന വളരെ പ്രധാനപ്പെട്ടതാണ്. ആരാധനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിലാണ് നമ്മൾ വരുന്ന ഒരു കാര്യം, അല്ലേ? അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ സ്തോത്രം ചെയ്യുന്നില്ല, സ്തുതിക്കുന്നില്ല എങ്കിലത്തെ സ്ഥിതി എന്താ? നമ്മൾ ആരെ അപമാനിക്കുന്നു? ദൈവത്തെ അപമാനിക്കുന്നു. പ്രിയോട്, ദൈവത്തെ അപമാനിച്ചിട്ട് രക്ഷപ്പെടുമെന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്? ആണോ? വചനം എന്താ പറയുന്നേ? എന്നെ അപമാനിക്കുന്നവർ ആരായി തീരും? എന്നെ നിന്ദിക്കുന്നവർ ആരായി തീരും? നിന്ദിതരായിട്ട് തീരും. അപ്പൊ ദൈവം നമ്മുടെ പിതാവായതുകൊണ്ട് ആ പിതാവിനെ ബഹുമാനിക്കുന്നു. എങ്ങനെ ബഹുമാനിക്കുന്നു? ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിച്ചുകൊണ്ട്, ആത്മീയ കാര്യങ്ങൾക്ക് ഉത്സാഹം കാണിച്ചുകൊണ്ട് നമ്മളെ തന്നെ ഒരുക്കി, പ്രിയവും മുടന്നുള്ളതോ ഊനമായതൊക്കെ മാറ്റിയിട്ട് നല്ല ഒരുക്കത്തോടെ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് വന്ന് ദൈവജനത്തോട് ചേർന്ന് ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നതിലൂടെ നാം ദൈവത്തെ മാനിക്കുകയാണ് ചെയ്യുന്നത്. ആദിമ ഭക്തന്മാരൊക്കെ അങ്ങനെ ദൈവത്തെ മാനിച്ചു ദൈവമക്കളെ. അതുകൊണ്ടൊക്കെ അവർ അനുഗ്രഹിക്കപ്പെട്ടു, അല്ലേ? അവരെ മധ്യമൊക്കെ വലിയ ദൈവപ്രവൃത്തികളുണ്ടായി, അല്ലേ? അമ്മച്ചി, അതൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റും, അല്ലേ? ദൈവം അത് ചെയ്തു. അല്ല, ദൈവമക്കൾ ആദ്യമ കാലങ്ങളിൽ അത് ചെയ്തു. പോകട്ടെ, രണ്ടാമത്തെ കാര്യം നമ്മൾ വായിച്ചത്, ദൈവത്തെ മാനിക്കുന്നത് നമ്മൾ വായിച്ചു. റോമാലേഖനം 2:23 നിങ്ങൾ എഴുതുന്നവരെ കുറിച്ച് വെച്ചോ. പ്രിയമുള്ളവരെ, ന്യായപ്രമാണത്തെ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണം ലംഘിക്കുന്നതിലൂടെ ദൈവത്തെ എന്ത് ചെയ്യുന്നു? അപമാനിക്കുന്നു. അപ്പൊ ദൈവത്തെ മാനിക്കുന്നത് എങ്ങനെയാണ്? ദൈവവചനം അനുസരിക്കുന്നതിലൂടെയാണ്, അല്ലേ? ദൈവവചനം അനുസരിക്കുന്നതിലൂടെയാണ് ദൈവത്തെ മാനിക്കുന്നത്. മൂന്നാമതൊരു കാര്യം, സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കുക. എങ്ങനെ ബഹുമാനിക്കണം? ദൈവത്തെ എങ്ങനെ ബഹുമാനിക്കണം? ധനം കൊണ്ട്. ദൈവം തന്നിരിക്കുന്ന ധനം കൊണ്ട്, അല്ലേ? ഓ, കർത്താവ് പാവം, ഒന്നുമില്ലാതിരിക്കുകയല്ലേ, നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ട് വേണം കർത്താവിന് ജീവിക്കാൻ, ആണോ? അല്ല, നമ്മൾ കൊടുക്കുന്നത് കർത്താവിന് ജീവിക്കാനല്ല ദൈവമക്കളെ, നമ്മൾ അനുഗ്രഹിക്കപ്പെടാനാണ്. നമ്മൾ കർത്താവിനോടുള്ള സ്നേഹമാണ് ഈ കാണിക്കുന്നത്. കർത്താവിന് നിന്റെ ധനം കൊണ്ട്, ഓർത്തു നോക്കി, എന്നാ ബാക്കിയൊന്ന് വായിച്ചേ. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യഫലം കൊണ്ടും എന്ത് ചെയ്യണം? അടുത്ത വാക്യം എന്താ? അടുത്ത വാക്ക്, അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. ഓ, ഞാൻ കൊടുക്കാതിരുന്നിട്ട് നിറയുന്നുണ്ടല്ലോ, അല്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ? ഞാൻ കൊടുക്കുന്നില്ല, പക്ഷെ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല. അത് കുഴപ്പമുണ്ടോന്ന് വല്ലതോ നിങ്ങൾ ആ ബൈബിളിൽ ഇന്ന് കുറിച്ച് വെച്ചോ? ഇന്നത്തെ ഡേറ്റ് കുറിച്ച് വെച്ചോ? അതായത് അങ്ങനെ കൊടുക്കാതിരുന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് നിങ്ങൾ ഇന്നത്തെ ഡേറ്റിൽ ആ വചനത്തിന് നേരെ കുറിച്ച് വെച്ചോ. കാരണം കർത്താവ് നമുക്ക് ദീർഘായുസ് തന്നാൽ നമുക്ക് എന്തെങ്കിലും അത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത് എഴുതപ്പെട്ട വചനമാണിത്. പ്രിയമുള്ളവരെ, ഒരാൾ കൊടുത്തില്ല എന്ന കാരണം കൊണ്ട് സഭയ്ക്കൊന്നും കോട്ടം വരില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇത്. പക്ഷെ നമ്മുടെ കാര്യം എന്താണ്? നമ്മൾ ദൈവത്തെ അപമാനിക്കുകയാണ്. ദൈവം നമുക്ക് തന്നതിൽ നിന്ന് ദൈവത്തോട് കാണിക്കുന്ന നന്ദിയാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നത്? ചെലവിടുന്നത്. പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഒന്ന് വായിക്കാമോ? ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം. സ്നേഹ 2 വാക്യം മുകളിൽ വായിച്ച് 17-ാമത്തെ വാക്യം വായിച്ച്. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യം പറയുമ്പോഴേ പൗലോസിനറിയാം
നമ്മൾ പറയുമ്പോൾ ചോദിക്കോ പാസ്റ്റർക്ക് ഇപ്പൊ ഇച്ചിരി ദൈവാഗ്രഹമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട് അല്ലേ? കാരണം കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ അറിയാതെ ചിന്തിക്കും. ഇത് പൗലോസിനും അറിയാം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുക, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഞാൻ ദാനം എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിച്ചിട്ടല്ല ഇത് പറയുന്നത്. കാരണം എനിക്ക് എന്റെ കാര്യം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ വേറെ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് നടത്തും. പാപ്പ ഒന്നര ശ്രദ്ധിച്ചപ്പോൾ ഒന്നര വായിച്ച്, ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലമത്രേ നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലമത്രേ ഞാൻ എന്ത് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നത്. ഞാനും ആത്മാർത്ഥതയോടെ പറയാം. ഞാൻ ഈ കാര്യം പറയുമ്പോ ദാനം ആഗ്രഹിച്ചുകൊണ്ടല്ല പറയുന്നു. പ്രിയമുള്ളവരെ, ദൈവം ആവശ്യങ്ങൾ നടത്തുന്നുണ്ട്. അത് കണ്ണാറിയിലായിരുന്നപ്പോ മുതൽ ദൈവം അത് പഠിപ്പിച്ചു. കാരണം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ, കർത്താവിനെയാണ് ശുശ്രൂഷിക്കുന്നതെങ്കിൽ കർത്താവ് അത് ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതിപ്പോ ഒരു കൊച്ചു സഭയെ ശുശ്രൂഷിച്ചാലും വലിയ സഭയെ ശുശ്രൂഷിച്ചാലും ആവശ്യങ്ങൾ നടത്തുന്നവരാണ്, കർത്താവാണ് നടത്തുന്നത്. അതിന് ദൈവം പലരെ ഉപയോഗിക്കുന്നു. ഞാൻ പറയുന്നത്, ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ധനം കൊണ്ടും ആദ്യ ഫലം കൊണ്ടും ദൈവത്തെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് പറയുമ്പോ നിങ്ങൾ അത് ചെയ്യാതിരിക്കുന്നതിലൂടെ ദൈവത്തെ നിങ്ങൾ അപമാനിക്കുന്നു. എങ്ങനെയാണ് പിന്നെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്? പ്രിയോട്, എങ്ങനെയാണ്? ഞാനല്ലേ നിങ്ങൾ കഴിഞ്ഞ നാളുകളിലേക്കൊക്കെ നോക്കിയാൽ പട്ടിണി കിടന്ന് ജീവിച്ച ദൈവമക്കളും തങ്ങൾ എന്ത് ചെയ്യുന്നറിയാം, തങ്ങൾക്ക് ലഭിച്ചതിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിവെക്കും കർത്താവിന് വേണ്ടിയിട്ട്. അവർ കർത്താവിനെ സ്നേഹിക്കുകയാണ്. കർത്താവിനോടുള്ള സ്നേഹമാണ് അതിലൂടെ വെളിപ്പെടുത്തുന്നത്. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് എന്ത് ചെയ്യുന്നു, ഏറുന്ന പ്രതിഫലമാണ് എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. അപ്പൊ എത്ര കാര്യം ചിന്തിച്ചു? ഒന്ന്, ദൈവത്തെ മാനിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ഒന്ന്, ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ ആരാധന അർപ്പിക്കണം. ദൈവം നമ്മുടെ പിതാവ് ആയതുകൊണ്ട് അതിന് തക്കവണ്ണം അല്ലെ ദൈവത്തിന് ബഹുമാനം നമ്മൾ കൊടുത്തുകൊണ്ടുള്ള ഒരാരാധന, ആത്മീയ കാര്യങ്ങളിൽ കാണിക്കുന്ന ശുഷ്കാന്തിയാണ് അതിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്നത്. രണ്ടാമത്, ദൈവവചനം അനുസരിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തെ മാനിക്കുകയാണ്. മൂന്നാമത് ഓർത്തത്, നമ്മുടെ ധനം കൊണ്ട് ദൈവത്തെ നമുക്ക് എന്ത് ചെയ്യണം, ബഹുമാനിക്കാനായിട്ട് കഴിയണം. ഒരു വാക്യം കൂടെ, സദൃശവാക്യം 14 അധ്യായത്തിന്റെ 31 വാക്യം ഒന്ന് വായിക്കാമോ? സദൃശവാക്യങ്ങളുടെ പുസ്തകം 14 31 എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. ദരിദ്രനോട് കൃപ കാണിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? ആരെ ബഹുമാനിക്കുന്നു? ദൈവത്തെ ബഹുമാനിക്കുന്നു. വാക്ക് ശ്രദ്ധിച്ചു നോക്കി, ആ വാക്യം എന്നോട് വായിച്ചേ. എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നുവെന്ന്. എളിയവനെ പീഡിപ്പിക്കുക, പ്രിയമുള്ളവരെ, എളിയവനെ ഞെരുക്കുക, പീഡിപ്പിക്കുക, അങ്ങനെ ചെയ്യുന്നവൻ സൃഷ്ടാവിനെയാണ് നിന്ദിക്കുന്നത്. അടുത്ത വാക്യം, ദരിദ്രനോട് കൃപ കാണിക്കുന്നവൻ അവനെ സൃഷ്ടാവിനെ ബഹുമാനിക്കാനുള്ള ഒരു മാർഗം തിരുവെടുത്ത് പറയുന്നു. ദരിദ്രരോട് നമ്മൾ എന്ത് ചെയ്യണം? കരുണ കാണിക്കണം, അവരോട് മനസ്സറിയണം. ഓരോരുത്തരുടെയും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഗലാത്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്, പ്രിയമുള്ളവരെ, ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ പറഞ്ഞൊരു വാക്ക് ദരിദ്രരെ ഓർത്തുകൊള്ളണമെന്നാണ്. ദരിദ്രരോട് കരുണ കാണിക്കണം. ദരിദ്രരോട് കരുണ കാണിക്കുമ്പോൾ നമ്മൾ ആരെയാണ് ബഹുമാനിക്കുന്നത്? ദൈവത്തെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. 4 വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഇരിക്കട്ടെ. നമുക്ക് ഇനി ആദ്യം വായിച്ച 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. അവിടെ ഒരു വാക്കുകൂടെ ഓർത്തിട്ട് നമുക്ക് ഇന്നത്തെ ഈ ചിന്ത നിർത്താം. 1 ശമൂവേലിന്റെ പുസ്തകം അതിന്റെ 2:30 വായിച്ചത്. 30 വാക്യം ഒന്നോടെ വായിക്കാമോ? ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു നിശ്ചയം. ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ആകുകയില്ല. അപ്പൊ ദൈവം അനുഗ്രഹിക്കും, മാനിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ദൈവം പറയാണ്, ഞാനത് ചെയ്യില്ല. കാരണം എന്താണ്? നിങ്ങൾ എന്നേക്കാൾ അധികം ആരെ മാനിക്കുന്നു? അല്ലേ? നിങ്ങൾ ഏലിയോട് പറയുകയാണ്, നീ എന്നേക്കാൾ അധികം നിന്റെ പുത്രന്മാരെ എന്ത് ചെയ്തു? ബഹുമാനിക്കുന്നു. അല്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക് നിറവേറ്റുകയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും,
എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. ഞാൻ ഇന്ന് രാവിലെ ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിച്ചപ്പോ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് ഉടക്കിയ ഒരു വചനമുണ്ട്. എന്നാന്നറിയാമോ? അപ്പോ ഇത് ഏലിയോട് പറയുകയാണ്, തുറന്നു പറയുകയാണ് ദൈവം, അല്ലേ, പ്രവാചകനിലൂടെ. അത് കഴിഞ്ഞിട്ട് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ശൗമേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്തു. പെട്ടകത്തിന്റെ അടുക്കൽ ഈ ശൗമേൽ ബാലൻ കിടക്കുന്നു. ഏലിയുടെ മക്കളൊക്കെ ഇങ്ങനെ തെറ്റ് ചെയ്ത് ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദൈവം ശൗമേൽ ബാലനെ വിളിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചേ. ശൗമേൽ ബാലനെ വിളിച്ചപ്പോ ശൗമേൽ ബാലൻ ഓർത്തു ആരും ഏലി പുരോഹിതൻ വിളിക്കാന്ന് ഓർത്തു. അപ്പൊ ഉടനെ എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് ചെന്നു. അപ്പൊ ഏലി പറഞ്ഞു, ഇല്ല മോനെ, വിളിച്ചില്ല, നീ പോയി കിടന്നോളാൻ പറഞ്ഞു. വീണ്ടും ദൈവം വിളിച്ചു, ശൗമേലേ എന്ന്. അപ്പൊ ഓടി ഏലി പുരോഹിതന്റെ അടുത്ത് ചെന്നു. അപ്പോഴും പുരോഹിതൻ പറഞ്ഞു, ഇല്ല മോനെ, ഞാൻ വിളിച്ചില്ല, നീ പോയി കിടന്നു. അവൻ പോയി കിടന്നപ്പോ 3-ാമതും വിളിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് ചിലപ്പോ വിളിച്ച ആരായിരിക്കാം? ദൈവമായിരിക്കാം. അതുകൊണ്ട് ഈ പുരോഹിതൻ ഒരു വാക്ക് പറഞ്ഞു, അതുകൊണ്ട് ഇനി വിളിച്ചാൽ നീ മോനെ, ഹോവേ അരുളി ചെയ്യണമേ, അടിയൻ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ശൗമേൽ പോയി കിടന്നു കഴിഞ്ഞപ്പോ വീണ്ടും ദൈവം വിളിച്ചിട്ട് പറഞ്ഞ വാക്കുകൾ എന്നാന്നറിയാമോ? ആ പറഞ്ഞ വാക്ക് നിങ്ങൾ 3-ാം അധ്യായത്തിൽ വായിച്ചാൽ മതി. അപ്പൊ ശൗമേൽ ബാലനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ വായിക്കാം. എന്നിട്ട് 3:16 വായിക്കാമോ? 3:16. ഏലി ശമൂവേലിനെ വിളിച്ചു. ശമൂവേലേ, മകനെ എന്ന് പറഞ്ഞു. അടിയൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. ഏലി ശമൂവേലിനെ വിളിച്ചു. ശമൂവേലേ, മകനെ എന്ന് പറഞ്ഞു. അടിയൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിനക്കുണ്ടായ അരുളപ്പാട് എന്ത്? എന്നെ ഒന്നും മറക്കരുതേ. നിന്നോട് അരുളി ചെയ്ത സകലത്തിലും ഒരു വാക്കെങ്കിലും മറച്ചാൽ ദൈവം നിന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഏലിക്ക് മനസ്സിലായി, ശരിക്കും ദൈവശബ്ദം കേൾക്കേണ്ടത് ഞാനാ, പക്ഷെ എന്നോട് ദൈവം പറയുന്നില്ല. പക്ഷെ ആരോട് പറഞ്ഞു? ഈ ശൗമേൽ ബാലനോട് പറഞ്ഞു. അപ്പൊ ദൈവശബ്ദം കേൾക്കാനായിട്ട് കേൾക്കേണ്ടവൻ കേൾക്കാതിരുന്നപ്പോ ആരോട് പറയുകയാണ്? ശൗമേൽ ബാലനോട് പറയുക. എന്നിട്ട് ഈ ഏലി പുരോഹിതൻ പറയുകയാണ് ശൗമേലിനോട്, ശൗമേലേ, മകനെ വാ, നിന്നോട് ദൈവം പറഞ്ഞ കാര്യത്തിൽ ഒന്നും എന്നോട് എന്ത് ചെയ്യരുത്, മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു. പിന്നെ 18-ാം വാക്യം. അങ്ങനെ ശമൂവേൽ സകലവും അവനെ അറിയിച്ചു. അങ്ങനെ ശൗമേൽ സകലതും എന്ത് ചെയ്തു? അറിയിച്ചു. എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയാമോ? 11-ാം വാക്യം. യഹോവ ശൗമേലിനോട് അരുളി ചെയ്തത്, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവന്റെ ചെവി രണ്ടും മുഴങ്ങും. ഞാൻ ഏലിയുടെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്തതൊക്കെയും ഞാൻ അന്ന് അവന്റെ മേൽ ആദ്യന്തം നിവർത്തിക്കും. അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായിക കൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കുമെന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ഏലിയുടെ ഭവനത്തിന്റെ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഒരു നാളും പരിഹാരം വരികയില്ല എന്ന് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു. പിന്നെ ശൗമേൽ രാവിലെ വരെ കിടന്ന് ഉറങ്ങി. ഇനി 18-ാം വാക്യം. അങ്ങനെ ശൗമേൽ സകലവും അവനെ അറിയിച്ചു. അപ്പൊ ഈ ദൈവം പറഞ്ഞ കാര്യങ്ങൾ, ഏലിയുടെ കുടുംബത്തിന് അകൃത്യം വരാൻ പോകുന്ന കാര്യം മുഴുവൻ പറഞ്ഞത് ആരെ അറിയിച്ചു? ശൗമേലിനെ, ഏലി പുരോഹിതനെ അറിയിച്ചു, അല്ലേ? ശരിക്കും ഈ കാര്യം കേൾക്കുമ്പോ ഏലി ചെയ്യേണ്ട കാര്യം എന്താ? ഒരു വലിയ അനർത്ഥം വരാൻ പോവുകയാണ്. നിന്റെ മക്കളും നിന്റെ കുടുംബത്തോട് ഞാൻ ന്യായവിധി നടത്താൻ പോവുകയാണ്. കാരണം അവർ ചെയ്ത തെറ്റ് നീ കണ്ടിട്ട് നീ അവരെ ശാസിച്ചമർത്തായതുകൊണ്ട് ഞാൻ നിന്റെ കുടുംബത്തിന് അനർത്ഥം വരുത്താൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഏലി ശരിക്കും എന്താ ചെയ്യണ്ടേ? അവർക്ക് പറഞ്ഞേ, കർത്താവിന്റെ സന്നദ്ധിയിൽ കവണു വീണല്ലേ, കർത്താവെ തെറ്റിപ്പോയി, ദൈവമേ എന്നോട് ക്ഷമിക്കണേ, ഒരു വട്ടം എന്നോട് കരുണ കാണിക്കണേ എന്ന് പറഞ്ഞ് കരയേണ്ടതല്ലേ, അല്ലേ?
അതിന് ഏലി ചെയ്ത കാര്യം എന്നറിയാമോ? അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ അവൻ യഹോവയല്ലോ തന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ ചില സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ചില സന്ദർഭത്തിലൊക്കെ അവന്റെ ഇഷ്ടം നടക്കട്ടെ, അവന്റെ ഇഷ്ടം. ഇതിന്റെ കാര്യം എന്നറിയോ? ആ പറയുന്നതിന്റെ വിഷയം എന്നറിയോ? ഞാൻ പറഞ്ഞ ധ്വനി മനസ്സിലായോ? അതിന്റെ ആശയം മനസ്സിലായോ? നിങ്ങൾ ചിലപ്പോഴൊക്കെ ചില പ്രതിസന്ധി, ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നിസ്സഹായരായിട്ട് പറയുകയാണ്, എന്താണ് അവന്റെ ഇഷ്ടം ആണോ? ദാവീദിന്റെ അടുക്കൽ ഒരിക്കൽ നാഥാൻ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ഇത് പറഞ്ഞപ്പോ ദാവീദിന് വേണമെങ്കിൽ പറയായിരുന്നു അവന്റെ ഇഷ്ടം എന്നാണോ പറഞ്ഞേ? ദാവീദ് എന്ത് ചെയ്തു? 51 സങ്കീർത്തനം ഉണ്ടായി പ്രിയമുള്ളവരെ, അല്ലേ? ദാവീദ് നെടുമ്പാട് വീണിട്ട് പറയുക, ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ചെയ്തിരിക്കുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. പ്രിയമുള്ളവരെ, ചെയ്തു പോയ പാപത്തെക്കുറിച്ച് അനുതപിച്ച് ഏറ്റു പറഞ്ഞപ്പോ സംഭവിച്ചതെന്താ? ദൈവം ദാവീദിനോട് ക്ഷമിച്ചു, പാപം ക്ഷമിച്ചു, ദാവീദിനെ ദൈവം അംഗീകരിച്ചു. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഏലിയും അതുപോലെ ദൈവസന്നിധിയിൽ നിലവിളിച്ചിരുന്നുവെങ്കിൽ ദൈവം എന്ത് ചെയ്യുമായിരുന്നു? ഏലിയും ദൈവം അംഗീകരിക്കില്ലേ? കാരണം ദൈവം ആരാണ്? കരുണയും കൃപയും മനസ്സലിവും ദീർഘക്ഷമയുമുള്ള ദൈവമാണ്. പ്രിയമുള്ളവരെ, അവൻ അകൃത്യങ്ങളെ ഓർത്ത് അവൻ നമ്മുടെ അകൃത്യങ്ങൾ ഏറ്റു പറയുമ്പോ അവൻ നമ്മോട് ക്ഷമിക്കുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, എന്നാ ദൈവവചനത്തിന്റെ മുമ്പാകെ പാപം ഏറ്റു പറയുന്നതിന് പകരം, അല്ലേ, നിർവികാരകയായിട്ട് നമ്മൾ ചിലപ്പോ പറയുകയാണ് അവന്റെ ഇഷ്ടം. അങ്ങനെയാണോ പറയണ്ടേ? കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ മനസ്സിലാകുന്നുണ്ടോ മക്കളെ? എന്നോട് ക്ഷമിക്കണമേ. ദൈവജനം എന്തിനാ സഭയിൽ തരുന്നത്? പാപം ഏറ്റു പറയാൻ. കർത്താവേ അങ്ങയെ വേണ്ടതുപോലെ മാനിക്കാൻ കഴിയുന്നില്ലല്ലോ, ഞാൻ എന്റെ സൗകര്യത്തിന് പലതും ചെയ്തു പോകുന്നു, കർത്താവ് എന്നോട് ക്ഷമിക്കണമേ. ദൈവമക്കളെ, ഇന്ന് ഈ വചനത്തിന്റെ മുമ്പിൽ നമ്മുടെ ഹൃദയം തകരുകയാണെങ്കിൽ നിശ്ചയമാണ് ദൈവം നമ്മോട് പാപങ്ങളെ ക്ഷമിക്കും. ഏലി പുരോഹിതന് സംഭവിച്ചത് എന്താണ്? പ്രിയമുള്ളവരെ, ഫെലിസ്ത്യരുമായിട്ട് യുദ്ധം നടക്കുന്നു. താഴോട്ട് വായിക്കുമ്പോൾ അറിയാം, യുദ്ധത്തിൽ തോൽക്കുമെന്ന് കണ്ടപ്പോ ഇസ്രായേലിലെ പ്രമുഖന്മാർ പറഞ്ഞു, പെട്ടകം കൊണ്ടുവാ, പെട്ടകം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും, ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. പ്രിയമുള്ളവരെ, പെട്ടകം പാളയത്തിൽ കൊണ്ടുവന്നു, ജനമെല്ലാം ആർപ്പിട്ടു. ഫെലിസ്ത്യർ ആർപ്പുവിളി കേട്ടപ്പോ പറഞ്ഞ വാക്കെന്നറിയാമോ? ഓ, ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു, ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വിടിവിക്കാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് ഫെലിസ്ത്യ പ്രമുഖന്മാരോട് പറയുകയാണ്, നിങ്ങൾ പിന്മാറരുത്, നിങ്ങൾ ധൈര്യം കൊണ്ട് പുരുഷത്വം കാണിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേലിൽ അനേകം ആളുകൾ പട്ടുപോയി. ഏലി പുരോഹിതന്റെ മക്കൾ 2 പേര്, ഹൊഫനിയും ഫിനെഹാസും കൊല്ലപ്പെട്ടു. ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇസ്രായേലിൽ എന്ത് സംഭവിക്കുമെന്ന് ആകുലതയോടെ വൃദ്ധനായ ഏലി പുരോഹിതൻ സിംഹാസനത്തിൽ കസേരയിൽ ഇരിക്കുമ്പോ ഒരാൾ ഓടി വന്ന് പറഞ്ഞു, വലിയ അനർത്ഥം നമ്മുടെ ഇടയിൽ സംഭവിച്ചു. പ്രിയമുള്ളവരെ, ആ പുരോഹിതന് സംഭവിച്ചത് പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. എന്തിനാ ദൈവമക്കളെ ഈ ചരിത്രമൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? എന്തിനാ എഴുതി വെച്ചിരിക്കുന്നത്? ദൈവജനം പറയുന്നു, ദൈവത്തെ മാനിച്ചാൽ, അല്ലേ, യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോ പറഞ്ഞത് എന്താ? നിങ്ങൾ പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധമാക്കപ്പെടണമേ. ആ പരിശുദ്ധ നാമത്തെ പലപ്പോഴും അശുദ്ധമാക്കുന്നത് ഞങ്ങളുടെ തെറ്റായ കാര്യമാണ്. ഞങ്ങൾക്ക് ദൈവത്തിന്റെ വഴി അറിയാം, എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ശാഠ്യപ്രകാരം പലപ്പോഴും മുന്നോട്ട് പോകുന്നു. അത് ദൈവനാമം ദുഷിക്കപ്പെടാൻ ഇടയാകുന്നു. സംഭവിക്കുന്നുണ്ടോ? ജോലി ചെയ്യുന്ന സ്ഥാനത്ത്, കൂലിപ്പണിക്ക് പോകുന്നിടത്ത്, പ്രിയമുള്ളവരെ, ഭവനത്തിൽ, ബന്ധുമിത്രാദികളുടെ ഇടയിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ കഴിയുന്നുണ്ടോ? അതോ ജാതികളോട് ഇടകലരുകയാണോ? ദൈവം കൊടുത്ത വലിയ പ്രമാണമാണ്, നിങ്ങൾ ജാതികളോട് എന്ത് ചെയ്യരുത്,
ഇടകലരരുത്. അല്ലേ? പ്രിയമുള്ളവരെ, വിശുദ്ധിക്ക് വേണ്ടി നിന്ന ദൈവജനം ജാതീയമായ ആചാരങ്ങളിൽ നിന്നൊക്കെ അവർ വിട്ടുനിന്നു. പ്രിയമുള്ളവരെ, അതിന്റെ ഫലമെന്താ? ദൈവം അവരെ മാനിച്ചു. ഇന്ന് ജാതീയമായിട്ടുള്ള ആഘോഷങ്ങൾ, ആചാരങ്ങൾ പലതിലൊക്കെ നമ്മളും ഭാഗവാക്കാകുകയാണ്. അന്ന് രാവിലെ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിത്രം എന്നറിയാമോ? ഇപ്പോ ഈ പൂരവും ഈ ആനയെഴുന്നള്ളിപ്പും പൊട്ടും ഒക്കെ ഈ പിള്ളേർക്ക് എന്താണ്? പിള്ളേർക്ക് ഭയങ്കര ഹരമാണ്, അല്ലേ? അപ്പൊ ചില അപ്പനും അമ്മയൊക്കെ ചെയ്യുന്നതിനാണെന്നറിയാവോ? വീടിന്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് കാണിക്കുകയാണ് ആന എഴുന്നള്ളിക്കുന്നതും പൂരം പോണതേ. അപ്പൊ ഈ കൊച്ചു മനസ്സിലേക്ക് ഇപ്പൊ എന്താ കയറണം? ഇപ്പൊ തന്നെ കയറിയേക്കുന്നതെന്നറിയാവോ? ആനയും അമ്പാരിയും കൊട്ടും താളമേളമൊക്കെ കൊച്ചു മനസ്സിൽ തന്നെ കയറി കിടന്നു. കൊച്ച് 5 വയസ്സ് 6 വയസ്സായി സഭയിൽ വന്നു. ഇവിടെ ആനയില്ല, അമ്പാരിയില്ല, ഒന്നുമില്ല. കൊച്ചിന്റെ മനസ്സിൽ കയറി കിടക്കണെന്നാ? കൊച്ചിന്റെ മനസ്സിൽ കയറി കിടക്കണെന്നാ? ആ താളവട്ടവും പഞ്ചാമൂരും പരിപാടി വയ്ക്കുകയാണ്, അല്ലേ? അപ്പൊ ഇവിടെ അവൻ ഇങ്ങനെ ഞെരങ്ങിയിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് ഇറങ്ങുമ്പോ ആണ് പൂരവും മേളമൊക്കെ കാണുമ്പോ അവൻ അറിയാതെ എന്ത് ചെയ്യുക? അവന്റെ മനസ്സ് അതിന്റെ പിന്നാലെ പോവുക. ആരാ വിട്ടേ? ആരാ വിട്ടത്? അപ്പനും അമ്മേ, അല്ലേ? കണ്ടോ മോനെ പൂരം? നീ കണ്ടോ? അത് കണ്ടോ? അല്ലേ? ജാതികളുടെ കാര്യങ്ങളിൽ നിന്നൊക്കെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളൊക്കെ വിലക്കിയ കാലമുണ്ട്. ഇന്ന് അതിന്റെയൊക്കെ പിന്നാലെ പോകുന്ന ഒരവസ്ഥയിലേക്ക് കുഞ്ഞു മനസ്സിൽ അതൊക്കെ കയറുകയാണ്. തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം എന്ത് ചെയ്യുകയാണ്? ഒരു വാക്കുകൂടെ ഞാൻ ആ വാക്കത് പൂർണ്ണമാകണമെങ്കിൽ പ്രിയമുള്ളവരെ, മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? അല്ലെങ്കിൽ ആ വചനം കേവലം ഒരു ഭൗതിക തലത്തിലുള്ള മാനിക്കലായിട്ട് മാത്രം മാറും. ആ വചനത്തിന്റെ പൂർണ്ണ രൂപം അറിയണമെങ്കിൽ ഒന്ന് വായിച്ചേ മോളെ. ഭക്തന്മാർ അന്ന് 16 വായിക്കുന്നേ? 17. യഹോവ വായിച്ചാട്ടെ. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. പിന്നെ യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. പിന്നെ യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. വാക്ക് ശ്രദ്ധിക്കണേ. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും. അടുത്ത വാക്ക്, ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നതുപോലെ ഞാൻ അവനെ ആദരിക്കും. ഇപ്പൊ ദൈവമക്കളെ, ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കുമെന്ന് പറയുമ്പോ ആ പൂർണ്ണ അളവിൽ ദൈവം മാനിക്കുന്നത് എന്നാണെന്നറിയാമോ? ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ. ഈ വചനം നമ്മുടെ അകത്ത് കയറിയില്ലെങ്കിൽ ചിലരെങ്കിലും നിരാശപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലേ? ചില രോഗം വരുമ്പോ, ചില ക്ലേശം വരുമ്പോ, അയ്യോ ഇത് മാറിയില്ലല്ലോ, ദൈവം എന്നെ മാനിച്ചില്ലല്ലോ. നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ പ്രിയമുള്ളവരെ. നമ്മൾ ഓർക്കേണ്ടത്, ദൈവത്തെ നമ്മൾ മാനിക്കുന്നുണ്ടോ? ദൈവത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? ആ വഴിയിലാണോ മുന്നോട്ട് പോകുന്നത്? അതിൽ ഉറപ്പായി മുന്നോട്ട് പോക്കോ. ഇവിടെ മാറുകയോ മാറാതിരിക്കുകയോ, സമ്പത്ത് ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യട്ടെ. എന്തുണ്ടായാൽ ഇതൊക്കെ അല്പകാലത്തേക്ക് മാത്രമാണ്. തിരുവിടത്ത് പറയുന്നു, കർത്താവ് ഉണ്ടാക്കാനുള്ളൊരു ദിവസമുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ട്. ആ ദിവസത്തിൽ പ്രിയമുള്ളവരെ, ഒരു പിതാവ് ഒരു മകൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന ആ മകനെ പിതാവ് ആദരിക്കുന്നത് പോലെ ദൈവം നമ്മെ ആദരിക്കുമെന്ന്. അടുത്ത വാക്കെന്താണ്? അന്ന് നിങ്ങൾ, അടുത്ത വാക്യം, അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. നിങ്ങൾ ഈ കാര്യങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ കയറട്ടെ.